കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. നമുക്ക് ഒരു കൂടിവരവ് കൂടെ ദൈവം ഒരുക്കി തന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. ഈ മാസത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ച ദൈവമേ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ സ്തോത്രം. അനേകരെ പെട്ടുപോയതായ ഈ ലോകത്തിലെ ഒത്തിരി പ്രതിസന്ധികൾ കൂടിയൊക്കെ കടന്നുപോയ ലോകത്തിൽ കർത്താവേ, ഞങ്ങളെ അവിടുത്തെ ഉള്ളം കയ്യിൽ വഹിച്ചുപോയി ഞങ്ങളെ ക്ഷീണിച്ചു പോകാതെ തളർന്നു പോകാതെ നിലനിർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രാരംഭ പ്രാർത്ഥനയ്ക്കായിട്ട് റജിമോനെ വിളിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും കരുതുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, കർത്താവെ, വിശുദ്ധ ദിവസത്തിന്റെ മധ്യാഹ്ന സമയത്ത് കർത്താവെ ഭയയുടെ പ്രാശ്ചിംപ്രരായി ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ അങ്ങയുടെ സന്നിധി വന്ന് നിന്നെ മുറ്റുകൊടുക്കുവാനും വന്ദിപ്പാനും സ്തുതിപ്പാനും സ്തോത്രം അർപ്പിക്കുവാൻ തക്കോണം ഈ സമയം ഞങ്ങൾക്ക് ദാനമായി തന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, ഉത്തിതനായ യേശുക്രിസ്തുവിനെ കർത്താവെ ഞങ്ങൾ കൊണ്ടാടിയ ശേഷം കർത്താവെ പുതിയ ഞായറാഴ്ചയായി കൊണ്ടാടുവാനും കർത്താവെ ഞങ്ങൾക്ക് ഒരുക്കി അവൻ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ രാത്രി അനേകർ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഹല്ലേലൂയ ഏഴകളും പാപികളും ബലഹീനമാടിയും കർത്താവെ ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് ദാനമായി തന്ന കൃപകൾക്കായി സ്തോത്രം കർത്താവെ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഓർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? എനിക്ക് സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവ ഇങ്ങനെ കർത്താവേ. ഞങ്ങൾ ചെറുതും വലുതുമായ എല്ലാ സഹായങ്ങൾക്ക് കർത്താവെ അടിങ്ങ നന്ദിയുള്ളവരായി ജീവിപ്പാൻ അവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ സന്നിധിയിലെ 2-3 പേർ എവിടെ കൂടിയാലും അവിടെ മധ്യയെ എഴുന്നള്ളാവുന്ന വാഗ്ദത്തം ചെയ്ത കർത്താവ് ഇന്ന് ഞങ്ങളുടെ മധ്യയെ എഴുന്നള്ളിരിക്കുകയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്ന് പലകാലം കർത്താവെ നിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ അവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അറിയാതെ പോയ തെറ്റുകളും കുറ്റങ്ങളും കർത്താവെ അവിടെ ഞങ്ങളെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ സങ്കീർത്തനക്കാരൻ പറയുന്ന പ്രകാരം ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങൾ ലംഘനങ്ങളും പാപങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവങ്കലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുമോ ലംഘിച്ചു പോയില്ല. എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളും വിടുവിച്ച് കർത്താവെ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ ലംഘനങ്ങളും പാപങ്ങളും ഞങ്ങളുടെ മറന്ന് കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ അല്ലാതെ ഞങ്ങൾക്ക് മറ്റാരെല്ലാം ആശ്രയിപ്പാനില്ല കർത്താവെ. നിന്നിൽ ആശ്രയിപ്പാൻ നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണുകളെ നാനാ ദേശങ്ങളെ കണ്ണുപിടിക്കുമ്പോൾ അനേക സംഭവങ്ങളും ദിവസവും ഞങ്ങൾ കേൾക്കുന്നുണ്ട് കർത്താവെ. അനേകർ കർത്താവെ പെട്ടെന്നുള്ള ആപത്തിൽ അപകടങ്ങളിൽ നിന്നുള്ള ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടല്ലോ. ഹല്ലേലൂയ. പാപികളും ബലഹീനമായ കർത്താവെ, ഒരു പ്രാവശ്യം കൂടെ നിന്റെ സന്നിധിയിൽ വന്ന കർത്താവെ നിന്നെ ഒന്ന് നോക്കിയെടുപ്പാ, നിന്നെ വിളിച്ച് അപേക്ഷിപ്പാ എന്തൊക്കെ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് ഞങ്ങൾ കർത്താവെ ഞങ്ങൾ വെറുതെ വന്നു പോകുന്നവരായിട്ടല്ല കർത്താവെ, നിറഞ്ഞ അനുഗ്രഹത്തോടെ കടന്നു പോകാൻ അവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അപേക്ഷകളിൽ നിന്ന് നീ അവിടുന്ന് കേൾക്കുമാറാകേണെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. ഇന്ന് ധ്യാനിക്കുന്നതായ വിഷയങ്ങൾ കർത്താവെ അങ്ങയുടെ സന്നിധി വെച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പാട്ടുകൾക്ക് പാടുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അനുഗ്രഹമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ധ്യാനിക്കുന്ന മകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനത്തിന്റെ മകനോട് കേൾക്കുവാൻ അവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മധ്യസ്ഥ അണയ്ക്കുന്ന വിഷയങ്ങൾ കർത്താവെ ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം ഞങ്ങൾ വിജയമെടുപ്പാൻ തക്കണം അവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശ്രദ്ധ വെച്ച് കേൾക്കുമാറാകേണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കുമാറാകേണെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന മക്കളെ കൂട്ടി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളായി വന്നതല്ല, അവിടെ ഞങ്ങളെ കൂട്ടി വന്നതിനായി ഞങ്ങൾ നിന്നോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അനുഗ്രഹിക്കുമാറാകേണ്ടത് പ്രാർത്ഥിക്കുന്നു. വചനം പറഞ്ഞ നിന്റെ മകനെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ നിന്റെ മകനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം കർത്താവേ. നിന്റെ മകനോട് കേൾക്കുവാൻ തൊക്കെ അവിടെ സഹായിക്കുമാറാകേണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു. മാറ്റുള്ള വചനം കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തെ സംഗ്രഹിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങൾ ദിനംതോറും ജീവിപ്പാൻ അവിടെ സഹായിക്കുമാറാകേണ്ടെന്ന് പ്രാർത്ഥിക്കുക കർത്താവേ.
ഹാലലേ നീ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടന്തം കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കും കർത്താവേ. അവിടുത്തെ പ്രാർത്ഥനകൾക്ക് നീ സ്തോത്രം കർത്താവേ. അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസം എന്താണ് ഇരിക്കുന്നത് കർത്താവേ, നിന്റെ സ്ഥാനത്ത് തന്നിറക്കണമേ. സകലം യേശുവിന്റെ നാമത്തെ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമേ, മാസത്തിന്റെ 4-ാമത്തെ ആഴ്ച വരെയും ദൈവം നമ്മളെ കൂട്ടിവരുത്തിയ ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ മാസക്കാലം നാം കഷ്ടാനുഭവിച്ച് കൊണ്ടാടുകയും ഈസ്റ്റർ ആഘോഷിക്കുകയൊക്കെ നാം ചെയ്തു. അനേകം പേർ ലഭിക്കാത്ത ഒരു ഭാഗ്യ പദവി ദൈവം നമുക്ക് തന്നതിനായി സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അനേകം പേർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അപ്പോഴും നമ്മളെ ദൈവം സ്നേഹിച്ച് നമ്മൾ ഇത്രത്തോളവും ഒരു രോഗവും ദുഃഖവും വരുത്താതെ ദൈവം കാത്ത് പരിപാലിച്ച ദൈവത്തിൻ്റെ വലിയ കൃപയോർത്ത് നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. ഓർമ്മ നാൾ വെച്ച് മുതൽ നാം പാടുന്നൊരു പാട്ടുണ്ട്. യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു, ഇഹലോകത്തിൽ താനിനിയും വേഗം വരും രാജരാജനായി എന്നുള്ള പാട്ടാണ് നമ്മൾ പാടുന്നത്. നമ്മുടെ കർത്താവ് ഏറ്റവും അടുത്ത് വരാറായ എന്നുള്ള ആസന്ന സമയം നാം ഓരോ സംഭവങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നാം അത് മനസ്സിലാക്കി അതും പ്രകാരം മുന്നോട്ട് ജീവിപ്പാൻ ദൈവമേ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പാട്ടുകാരൻ പറയുന്നു, എന്നേശു ജീവിക്കുന്നതിനാൽ ഞാനും ഇന്ന് ജീവിക്കുന്നു. ഇനിയും തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ല. നമ്മുടെ കർത്താവിനെ പിരിഞ്ഞ് നമുക്കൊരു ജീവിതമില്ല. എന്ത് പ്രയാസം വന്നാലും നാം അവസാനം എത്തുന്നത് നമ്മുടെ കർത്താവിൻ്റെ മുമ്പിലാണ്. ആ കർത്താവിനെ പിരിഞ്ഞ് ജീവിക്കാൻ നമുക്ക് ഒട്ടും മടി കാണിക്കാൻ പാടില്ല. അവസാന വരികൾ പറയുന്നു, മണ്ണിൽ നിത്യവാസമൻ യേശുവിൻ മുന്നിൽ മോത്തത്തിലാൽ ഇനിയും ഇവിടുത്തെ ജീവിതം കഴിഞ്ഞ് നാം മടങ്ങി ചെല്ലുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ പാടാനും ഹല്ലേലൂയ പറയാനും സ്തുതിപ്പാനും ദൈവം എല്ലാവരെയും ഒരുക്കണം. നമുക്കതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും കരങ്ങളടിച്ച് നമുക്ക് പാടാം. യേശു ക്രിസ്തു ഉയർത്തി ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നുള്ള പാട്ട് നമുക്കറിയാവുന്ന പാട്ടാണ്. നമുക്ക് പാടാം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു, ഇഹലോകത്തിൽ താനിനി വേഗം വരും രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരധര വിഷപ്പല്ലു തകർത്തകയാ. ഇനി ചെല്ലും ഭയമെന്നേ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലും ജീവിക്കും നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്റെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നെ ശുഭത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മണ്ണിലല്ല നിത്യവാസമെന്നേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. ഇനി വിണ്ണീല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളെണ്ണി ഞാൻ പാർത്തിടുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നതായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ
എനിക്കെല്ലാം യേശുവത്രേ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും രാജരാജനെ വാണിടുവാൻ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. Praise the Lord. Hallelujah. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. 60-ാം സങ്കീർത്തനം നമുക്ക് വാക്യം പ്രതിവാക്യമായിട്ട് വായിക്കാം. 60-ാം സങ്കീർത്തനം. ദൈവമേ, നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞ് ചിതറിച്ചിരിക്കുന്നു, നീ കോപിച്ചിരിക്കുന്നു, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. നീ ദേശത്ത് നടക്കി ഭിന്നിപ്പിച്ചിരിക്കുന്നു, അത് കുലുങ്ങിയാലല്ല ഭിന്നങ്ങളെ നന്നാക്കണമേ. നീ നിന്റെ ജനത്തെ കാഠിന്യം അനുഭവിപ്പിച്ച് പരിഭ്രമത്തിന്റെ വീഞ്ഞ് നീ ഞങ്ങളെ കുടിപ്പിച്ചിരിക്കുന്നു. സത്യനിമിത്തം ഉയർത്തേണ്ടതിന് നിന്റെ ഭക്തന്മാർ ഒരു കൊടി നൽകിയിരിക്കുന്നു. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരളയണമേ. ദൈവം തന്റെ വിശുദ്ധിയിൽ അരുളി ചെയ്തുകൊണ്ട് ഞാൻ ആനന്ദിക്കും. ഞാൻ ശേഖേമിനെ ഭാഗിച്ച് സൂക്കോത്താഴ് വരെ അളക്കും. ഗിലെയാദ് എനിക്കുള്ളത്, മനേശയും എനിക്കുള്ളത്, എഫ്രൈം എന്റെ തലക്കോരികയും യഹൂദ എന്റെ ചെങ്കോലുമാകുന്നു. മോവാബ് എനിക്ക് കഴിവാനുള്ള വട്ടകം, ഏതോബിൽ നീ എന്നെ ചെരുപ്പേറിയും, ഫെലിസ്ത്യദേശമേ നീ എന്റെ നിമിത്തം ജയഘോഷം കൊള്ളുക. ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും? ഏദോമിലേക്ക് എന്നെ ആർ വഴി നടത്തും? ദൈവമേ, നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞില്ലയോ? ദൈവമേ, നീ ഞങ്ങളുടെ സൈന്യങ്ങളെ പുറപ്പെടുന്നതുമില്ല. സൈന്യങ്ങളോടുകൂടെ വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. മനുഷ്യന്റെ സഹായം വ്യർത്ഥമല്ലോ. ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും, അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും. 60-ാം സങ്കീർത്തനം നാം ധ്യാനിക്കുവാനായിട്ട് ഒരുങ്ങുകയാണല്ലോ. ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്തോഷത്തിന്റെ തിരുനാളങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഈ നല്ല സമയം, കഴിഞ്ഞ 50 ദിവസം ധ്യാനത്തിൻ്റെയും ചിന്തയുടെയും ആത്മപരിശോധനയുടേതുമായിരുന്നു. അവസാനത്തെ 10 ദിവസങ്ങൾ കർത്താവ് കടന്നുപോയ കഷ്ടപ്പാടുകളുടെയും ജീവിത അനുഭവങ്ങളുടെയും വേദനയുടെയും ഒക്കെ ആയിരുന്നെങ്കിൽ, ദുഃഖത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ എടുക്കുന്ന ഏറ്റവും വലിയ ഒരു സന്തോഷത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അവിടെ ഒരു ചോദ്യമുള്ളത്, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ആ സന്തോഷം ആ ഒരു ഞായറാഴ്ച കൊണ്ട് അവസാനിക്കുന്നുവോ എന്നുള്ളതാണ്. ഞാൻ ചിന്തിക്കുമ്പോൾ ദൈവം എനിക്ക് തന്ന ആലോചന എന്ന് പറയുന്നത്, നമ്മുടെ ആഘോഷമൊക്കെ ലോകപരമാണെങ്കിൽ അത് ഇനിയും നാം ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഞായറാഴ്ച ആഘോഷിക്കുന്നത് 1 വർഷം കഴിഞ്ഞാണ്. എന്നാൽ നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്തോഷം ആത്മീയമാണെങ്കിൽ ഓരോ നിമിഷവും ആ സന്തോഷം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിളച്ച് മറഞ്ഞുകൊണ്ട് ഇരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഈ ലോകത്തിലെ അന്ധകാര ശക്തികളൊക്കെ അവസാനിച്ചുവോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇന്നുമുണ്ട് ഒറ്റപ്പെടുത്തലിൻ്റെയും കുറ്റപ്പെടുത്തലിൻ്റെയും വേദനയുടെ തീച്ചൂളിയുടെ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നതായ സാഹചര്യങ്ങൾ നമ്മുടെ സ്നേഹിതരിലെ സഹോദരങ്ങളിലെ നമ്മളിൽ തന്നെയൊക്കെ ഉണ്ടാകാം. പണത്തിൻ്റെയും പദവിക്ക് വേണ്ടി നടത്തുന്ന സ്നേഹ ചുംബനങ്ങൾ മുതൽ വാക്കുകൊണ്ട് ന്യായം പറയുകയും ഉപദ്രവിക്കുന്നവരുടെ ഇടയിലേക്ക് ആൾക്കൂട്ടത്തിലേക്ക് ഇറക്കി വിടുകയും ചെയ്യുന്ന വലിയ വേദന നിറഞ്ഞ അനുഭവങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട സുവിശേഷ പ്രവർത്തനങ്ങളുടെ മേഖലയിൽ നിൽക്കുന്നവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഇവിടെയാണ് നാം ഓർക്കേണ്ടത്, ഈസ്റ്ററിൻ്റെ സന്തോഷം ദൈവം നമുക്ക് തന്നത് ഇന്നും അന്ധകാര ശക്തികൾ അതിനെ
മോഷ്ടിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലെറ്റ് നോബഡി റോബ് അവർ ഈസ്റ്റർ ഹോപ്പ്. ആരും നമ്മുടെ പ്രതീക്ഷകൾ, ഈസ്റ്റർ പ്രതീക്ഷകൾ അപഹരിക്കാതിരിക്കണം. അതിനെന്തു വേണം എന്ന് ചോദിച്ചാൽ നമ്മെ തന്നെ ഈ ദൈവസന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിച്ച് യഥാസ്ഥാനപ്പെടുന്ന രീതിയിൽ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് നമ്മെ സമർപ്പിക്കുമ്പോൾ ആരും നമ്മുടെ ഈസ്റ്റർ പ്രതീക്ഷകൾ അപഹരിക്കുകയില്ല. ഞാൻ ഇത്രയും കാര്യം ആമുഖത്തിൽ സൂചിപ്പിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ 60-ാം സങ്കീർത്തനം ധ്യാനിക്കുമ്പോൾ ഇത് തന്നെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതും. അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ ഒരു യുദ്ധത്തിൻ്റെ അനുഭവം, അവിടെ ചില വിജയങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ തുടങ്ങി സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ വാക്കുകളിലൊക്കെ കടന്നു പോകുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ചില വേദനയുടെയും നിരാശയുടെയും അനുഭവമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സങ്കടവും വേദനയും നിരാശയും ഒക്കെ ഉണ്ട്, സമ്മിശ്രമാണ്. ഈ സമ്മിശ്രങ്ങളായ ജീവിതാനുഭവങ്ങളുടെ നടുവിൽ നാം നമ്മെ തന്നെ പൂർണ്ണമായും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുക എന്നുള്ളതാണ് ഈ ആരംഭത്തിൽ തന്നെ നമ്മെ ഈ സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നത്. ഇതിൻ്റെ 1 മുതൽ 3 വരെയും അതുപോലെ 9ഉം 10ഉം വാക്യങ്ങളൊക്കെ നാം പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ വായിച്ചത് എന്താണ്? നമ്മെ ചിതറിച്ചിരിക്കുന്നു, തള്ളിക്കളഞ്ഞിരിക്കുന്നു, ഭിന്നിപ്പിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മെ ചിതറിച്ചിരിക്കുന്നത്, തള്ളിക്കളഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു കൂട്ടായ്മയുടെ അനുഭവം നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കൊരു സന്തോഷത്തിൻ്റെ അനുഭവം നഷ്ടമായിരിക്കുന്നു. ദൈവം നമ്മെ ചിതറിച്ചു കളയുവാൻ തക്കവണ്ണം എന്താണ് നമ്മുടെ ജീവിതത്തിലുള്ളത് എന്ന് പരിശോധിക്കണം. ഒരു വ്യസനത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നാം ഓരോ നിമിഷവും പരിശോധിക്കണം. ഈസ്റ്ററിൻ്റെ സന്തോഷം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ തന്നെ നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അവിടെ മറ്റൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന പരിഭ്രമത്തിൻ്റെ വീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വീഞ്ഞ് കുടിച്ച് മത്തനായി കഴിഞ്ഞാൽ പിന്നെ പരിസരബോധമില്ല, എന്താണ് സംസാരിക്കുന്നത് അറിയത്തില്ല, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയത്തില്ല. ഇവിടെ പരിഭ്രമത്തിൻ്റെ, ഭയത്തിൻ്റെ വീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭയത്തിൻ്റെ നിവൃത്തിയില്ലാത്ത തകർന്ന അനുഭവത്തിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിച്ചിരിക്കുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ ഇന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഒരു യഥാസ്ഥാനപ്പെടലിൻ്റെ ആവശ്യം. എവിടെയാണ് നാം യഥാസ്ഥാനപ്പെടേണ്ടത് എന്ന് ചോദിച്ചാൽ അത് അത്യുന്നതൻ്റെ മറവിൽ സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ. അവിടെ നാം ആയി തീരുമ്പോഴാണ് ഈ ഭയത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നമുക്കൊരു വിടുതൽ വരുന്നത്. 6, 7, 8 വാക്യങ്ങളിലൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ 6-ാം വാക്യത്തിൽ ഒരു സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിലും 7, 8 വാക്യങ്ങളിലൊക്കെ അവിടെ സൂചിപ്പിക്കുന്നത് ദൗത്യം, യഥാസ്ഥാനപ്പെടുന്നതിൻ്റെ സൂചനകളാണ് തരുന്നത്. അതിൽ 7-ാം വാക്യത്തിൽ നാം കാണുന്ന ഒരു കാര്യമുണ്ട്. യഹൂദ എൻ്റെ ചെങ്കോൽ എന്ന് പറയുന്നു. യഹൂദ ഗോത്രത്തെ ദൈവം തിരഞ്ഞെടുത്തത് അവരെ ഇസ്രായേൽ ജനതയെ നയിക്കുവാനായിട്ടാണ്. ഇപ്പൊ ദൈവം പറയുന്നു അവരെൻ്റെ ചെങ്കോലാണെന്ന് പറയുന്നെങ്കിൽ ദൈവം അവരെ ഏൽപ്പിച്ച ദൗത്യം അവർ കൃത്യമായി നിർവഹിക്കുന്നു. അവർ യഥാസ്ഥാനപ്പെട്ടു. അതുകൊണ്ട് അവരെ ദൈവം തൻ്റെ അധികാരത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ചെങ്കോലാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മെ തന്നെ ദൈവ സന്നിധിയിലേക്ക് സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് നമ്മെ അവിടെ ഓർമ്മിപ്പിക്കുക. പക്ഷേ എങ്ങനെയാണ് നാം യഥാസ്ഥാനപ്പെടേണ്ടത് എന്ന് ചോദിച്ചാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഈ ലോകത്തിൽ സങ്കടങ്ങളുണ്ട്, പ്രയാസമുണ്ട്, ദുഷ്ടതകൾ മനുഷ്യനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ നമുക്കൊരു യഥാസ്ഥാനപ്പെടലിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാം? 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രിയമുള്ളവർ വിടുവിക്കപ്പെടണം. അപ്പോൾ ശത്രു പരാജയപ്പെടണമെങ്കിൽ ഇന്ന് യഥാസ്ഥാനപ്പെടുന്ന അനുഭവങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന എന്തു തന്നെയായിരുന്നാലും, അത് രോഗമായിക്കൊള്ളട്ടെ, മറ്റ് പലതരത്തിലുള്ള അനുഭവങ്ങളായിക്കോട്ടെ, പ്രിയപ്പെട്ടവരുടെ വേർപാടായിക്കൊള്ളട്ടെ, ഇവയുടെയൊക്കെ നടുവിൽ നമുക്കൊരു ആശ്വാസം ലഭിക്കണമെങ്കിൽ വിശുദ്ധ വചനം പറയുന്നു പ്രിയമുള്ളവർ വിടുവിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന് പ്രിയമുള്ളവരായി തീരണം എന്നുള്ളതാണ്. ഹാവേലിൻ്റെ വഴിപാട് പോലെ തന്നെ ദൈവം നമ്മളിൽ പ്രസാദിക്കുമ്പോഴാണ് നമ്മുടെ പ്രിയമുള്ളവർ വിടുവിക്കപ്പെടുകയും സ്വർഗം സന്തോഷിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി 12-ാമത്തെ വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയുന്നു എന്ന്. നമ്മുടെ വൈരികളെ അവൻ മെതിച്ചു കളയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ പുതിയ നിയമ ഭാഗത്തെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു സംഭവം നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരണം. എന്താണ്? കളയും കൂടി കിളിച്ചിരിക്കുന്നുവല്ലോ നല്ല വിത്ത് വിധിച്ചിട്ട് എന്ന് പറയുമ്പോൾ യജമാനനും പറയുന്നു അത് നിൽക്കട്ടെ. കാരണം എന്താ? നല്ലതിന് ദോഷം സംഭവിക്കും. അതുകൊണ്ട് ഈ ലോകത്ത് കഷ്ടങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് കാരണം
പ്രിയമുള്ളവർക്ക് ദോഷം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വലിയ അനുഭവമാണ്. പ്രിയമുള്ളവർ വിടുവിക്കപ്പെടണം. പക്ഷേ ഈ കഷ്ടത ഈ ലോകത്തുണ്ട്. അവസാനം ആ കളയും കൂടി പറിച്ച് തീയിലിട്ട് കളയുന്ന ഒരു അനുഭവം ഉണ്ടാകുമെന്ന് ആ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ, മെതിച്ച് കളഞ്ഞ് അതുകൊണ്ട് തീർന്നില്ല. മെതിക്കുമ്പോൾ നല്ലതും തീയതും എല്ലാം ഉണ്ടാവും. അതിനകത്ത് പതിരും കതിരും ഉണ്ടാവും. എല്ലാത്തിനും ഈ ചവിട്ട് ഏൽക്കും. എന്നാൽ അവിടെയും ഒരു തെരഞ്ഞെടുപ്പുണ്ട്. അവസാനം നല്ലത് കളപ്പുരയിലേക്ക് പ്രവേശിക്കുന്ന അനുഭവമാണ്. അതുകൊണ്ട് ദുഷ്ടനെ മെതിച്ച് കളയുമ്പോഴും നല്ലതിനെ കളപ്പുരയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നല്ല അനുഭവം ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. ആ അനുഭവത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം? ഈ ദൈവത്തെ നോക്കി നാം യാത്ര ചെയ്യണം. ഞാൻ എൻ്റെ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്ത് 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രത്യാശ തരുന്ന ദൈവമാണ്. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെ: സത്യം നിമിത്തം ഉയർത്തേണ്ടതിന് നീ നിന്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. എന്താണ് ആ കൊടി? കൊടി ഒരു അടയാളമാണ്. ഒരു ജയത്തിൻ്റെ സന്ദേശം അതിലുണ്ട്. ഒരു വീണ്ടെടുപ്പിൻ്റെ സന്തോഷമുണ്ട്. വേദപുസ്തകത്തിൽ, പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത് യഹോവ നിസി, യഹോവ എൻ്റെ കൊടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷിയാപ്രവാചന്റെ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ എല്ലാവരെയും ഈ കൊടി കണ്ട് ചേർത്ത് വരുത്തുന്ന ഒരു അനുഭവമാണ് പറഞ്ഞിരിക്കുന്നത്. ഷിയാപ്രവാചകൻ തന്നെ പറയുന്നത് ഗേറ്റിന്റെ വാതിക്കൽ വെച്ചിരിക്കുന്ന കൊടിയെക്കുറിച്ച്, രക്ഷ പ്രാപിക്കേണ്ട അനുഭവത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ചിതറിപ്പോയവരെ ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന കൊടി ഉയർന്നിരിക്കുന്നത് ആ കൊടിയാണ്. ഗൽഗുഥ മലയിൽ തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച കർത്താവ് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി ഉയർത്തിയിരിക്കുന്ന ആ ക്രിസ്തുവാണ് നമ്മുടെ കൊടി. ആ കൊടിയെ നോക്കി യാത്ര ചെയ്യുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിച്ചത് ഇത്രയേ ഉള്ളൂ. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടും ബന്ധപ്പാടും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടാകുമെങ്കിലും നമ്മൾ ദൈവത്തിന് പ്രിയമുള്ളവരായി യഥാസ്ഥാനപ്പെട്ട് കഴിയുമ്പോൾ അവൻ നമ്മുടെ ശത്രുവിനെ തകർത്ത് കളയും. നമ്മുടെ യാത്രയിൽ നമുക്ക് വേണ്ടി ദൈവം താമൻ ഉയർത്തിയ കർത്താവിനെ നോക്കി, ആ കൊടിയെ നോക്കി നിത്യതയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ദൈവം നമ്മെ ഇടയാക്കും. ആ ഒരു നല്ല അനുഭവത്തിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവസന്നിധിയിലെ നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. ഇന്നത്തെ ദിവസത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈസ്റ്റർ ഇപ്പോൾ സഹോദരൻ ഓർപ്പിച്ചതുപോലെ ഈസ്റ്ററിന്റെ ധ്യാനവും ആഘോഷവും സമർപ്പണവും ഒക്കെ കഴിഞ്ഞ് ഒരു പുതുഞായറാഴ്ച എന്ന പേരിൽ ആയിരിക്കുന്ന ഈ ദിവസം നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ഈ ദിവസത്തിനായി, ഇന്നത്തെ നമ്മുടെ കൂട്ടായ്മയ്ക്കായി ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്ത് എല്ലാവരും അതിലെ പങ്കാളികളാകണം. സൂമിലുള്ളവരും ഹോളിലുള്ളവരും ഒക്കെ ഒരു സ്തോത്രത്തിന്റെ ധ്വനികൾ നാവിൽ നിന്ന് ഉയരട്ടെ. ഇന്നത്തെ ദിവസത്തിനായി, ഇന്ന് നമ്മെ ഉണർത്തിയതിനായി, ഈ സമയം വരെ നമ്മെ സൂക്ഷിച്ചതിനായി ദൈവത്തിന് സ്തോത്രത്തോടെ നമുക്ക് അടുത്തു വരാം. ഇന്ന് നമുക്കന്ന് കൂട്ടായ്മയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്താം. കഴിഞ്ഞ 40 വർഷമായി ഈ മരുഭൂമിയിലെ ഒരു കൂട്ടായ്മയായി കർത്താവ് നിർത്തി. നാം നിന്നതല്ല, നമ്മെ നിർത്തിയതാവുന്നു എന്നുള്ള ബോധം, ആ ഓർമ്മയിലെ സ്തോത്രത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ നാളുകളിൽ ഒരുമിച്ച് തലവണങ്ങിയിട്ടുള്ള പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്ക് ഓർക്കാം. അനേകരുടെ ശുശ്രൂഷകൾ നമുക്ക് അനുഗ്രഹമായി തീർന്നതിനെ ദൈവസന്നിധിയിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കൂടി വന്നവർ, ഒരുമിച്ച് പ്രാർത്ഥിച്ചവർ, ദൈവവചനം ശുശ്രൂഷിച്ച പ്രിയപ്പെട്ടവർ, നമ്മൾ നടത്തിയ കൺവെൻഷനുകളിൽ കൂടെ ദൈവവചനം ശുശ്രൂഷിച്ചവർ, അനേകർ വന്ന കൺവെൻഷനിൽ വന്ന് ദൈവവചനം ശ്രദ്ധിച്ചവർ, സ്വദേശത്തേക്ക് മടങ്ങി പോകുന്നവരുണ്ട്, വിദേശങ്ങളിലൊക്കെ പോയി സെറ്റിലായവരുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ നമുക്ക് ഓർത്ത് സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കോച്ച് ബ്രദറിനെ കുടുംബമായി ഓർക്കാം. കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവം
നീണ്ട വർഷങ്ങൾ നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയായി ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ കർത്താവ് സഹായിച്ചു. കർത്താവിൻ്റെ ദാസനിൽ കൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള ശുശ്രൂഷകളെ ഓർക്കാം. ഇന്ന് ദൈവവചനം ശുശ്രൂഷിപ്പാൻ പ്രിയപ്പെട്ട ദാസനെ അതിനായി അധികാരപ്പെടുത്തിയിട്ടുള്ള ദൈവത്തിന് മഹത്വം കരയേറ്റ നമ്മുടെ അവസ്ഥയ്ക്കൊത്തവണ്ണം ദൈവവചനം ശുശ്രൂഷിപ്പാൻ പ്രിയപ്പെട്ട ദാസനെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. സങ്കീർത്തനം ധ്യാനിച്ച ദാസനായിട്ട് പ്രാർത്ഥിക്കാം. ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ ഗായക സംഘത്തിനായി സ്തോത്രം ചെയ്യാം. ഒരുമിച്ച് ആരാധിപ്പാൻ ദൈവം കൃപ നൽകേണ്ടതിന് അതിന് നേതൃത്വം നൽകുവാൻ പ്രിയപ്പെട്ടവരെ കർത്താവ് ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കടന്നു വന്നിട്ടില്ലാത്ത പ്രിയപ്പെട്ടവരൊക്കെ കാണും. സൂമിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. എല്ലാവരും ഏകാഗ്രതയോടെ ദൈവസന്നിധിയിൽ ഈ വിഷയങ്ങളെ ഓർത്ത് സ്തോത്രത്തോടെ അടുത്തു വരുവാൻ നമുക്ക് സഹായിക്കേണ്ടതിന് പ്രാർത്ഥിക്കാം. നമ്മുടെ സൂം ടെക്നോളജി ഓപ്പറേറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിലോട്ട് ഓർക്കാം. എല്ലാം ഭംഗിയായി വിചിതമായും അതിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ കർത്താവിൻ്റെ ഹിതപ്രകാരവും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലുമായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലൈവിലും സൂമിലും ഒക്കെ സംബന്ധിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ നമുക്ക് ഓർക്കാം. പ്രിയപ്പെട്ടവരെ, നാം വ്യക്തിപരമായും കൂട്ടായ്മയായും ഓർത്ത് പ്രാർത്ഥിക്കുന്ന അനേക വിഷയങ്ങളുണ്ട്. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാത്ത പല വിഷയങ്ങൾ, ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന പല വിഷയങ്ങളുമായി കഴിയുന്നവരൊക്കെ കാണും. നമ്മൾ അന്യോന്യം ഷെയർ ചെയ്യാതെ ദൈവസന്നിധിയിൽ മാത്രം പറയുന്ന വിഷയങ്ങളുണ്ട്. അന്യോന്യം ഷെയർ ചെയ്യുന്ന വിഷയങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് ഓർക്കാം. ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ, നമ്മുടെ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇവരെയൊക്കെ നമുക്ക് ഓർക്കാം. ഓരോ ആഴ്ചയിലും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന രോഗികളുണ്ടല്ലോ. നമ്മുടെ അറിവിലും പരിചയത്തിലും ഉള്ളവരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ദൈവസന്നിധിയിൽ നമുക്ക് ഓർക്കാം. നമ്മുടെ അമേരിക്കയിലായിരിക്കുന്ന സജിയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവന് നാളുകളായി ആ സ്റ്റെയർ കേസിൽ നിന്നുള്ള വീഴ്ചയിലെ പറ്റിയ തകരാറുകൾ, ഇപ്പോഴും ബലത്തോട് നടക്കുവാനും കഴിയുന്നില്ല. കൈയുടെ സ്വാധീനക്കുറവൊക്കെ ഉണ്ട്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇവിടെ ഫിലിപ്പച്ചാന്റെ ഭാര്യ കിടക്കയിലാണ്. ദൈവസന്നിധിയിൽ നമുക്ക് ഓർക്കാം. ജസ്റ്റിൻ മോന് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ ഇമ്പ്രൂവ് ചെയ്തു വരുന്നു എന്ന് അറിയുവാനിടയാകുന്നതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇവിടെ രോഷന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഹൈ ഡോസേജ് കീമോ കൊടുത്ത് ഇപ്പോൾ ബിലീവേഴ്സ് ഹോസ്പിറ്റലായിരിക്കാം. സാമ്പത്തികമായ അവരുടെ പ്രയാസങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് ഓർപ്പിച്ചിരുന്നല്ലോ. അതുപോലെ ശരീരത്തിൽ എത്രമാത്രം മരുന്നിൻ്റെ, നമ്മുടെ ഇഞ്ചക്ഷൻ്റെ സാന്നിധ്യം, അത് എത്രമാത്രം ആക്റ്റീവ് ആകുന്നുണ്ട് എന്നുള്ള പ്രയാസമുണ്ട്. ഈ ഇഞ്ചക്ഷനിൽ കൂടെ ഒന്ന് ആക്റ്റീവ് ആയെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവൻ്റെ ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി വെല്ലൂറിൽ കടന്നു പോകാനുള്ള സാധ്യത ഉണ്ടാകുകയുള്ളൂ. അതിനുള്ള ആരോഗ്യം വേണം, സാമ്പത്തികം വേണം. ഇങ്ങനെ പല വിഷയങ്ങളിൽ ഭാരത്തോടെ കഴിയുന്ന ആ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. രോഷന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ബ്ലഗസൈസിലെ തമ്പിയുടെ സ്നേഹിതൻ പീറ്റർ വളരെ പ്രയോജനകരമായ രീതിയിലായിരിക്കുന്നു. കർത്താവ് കൊടുത്തിരിക്കുന്ന സൗഖ്യത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അതുപോലെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന PK സക്കറിയാച്ചൻ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ വളരെ വേദനയിൽ കഴിഞ്ഞു കൂടുകയാണ്. കഴിഞ്ഞ ദിവസം ബ്രദർ ജോർജ് ചെറിയാൻ അച്ഛനെ സന്ദർശിച്ച ശേഷം എന്നോട് പറയുകയായിരുന്നു, ശരീരത്തിൽ ഉണ്ടായ ബെഡ്സോർ അത് അങ്ങ് പഴുത്ത് നമ്മുടെ ഒരു വിരൽ കിടക്കുന്നത് പോലുള്ള ഹോള, അതിവേദനയാൽ ഭാരപ്പെടുകയാണ്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 80-ലധികം ദിവസമായി അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട്. ദാസൻ അവിടെ കിടന്നുകൊണ്ടും മെസ്സേജ് അയക്കുകയും സുവിശേഷം അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവൻ്റെ വേദനയിൽ നിന്ന് ആശ്വാസവും സൗഖ്യവും ആ മുറിവ് കരിഞ്ഞെങ്കിലേ സാധ്യമാകുകയുള്ളൂ. ദൈവത്തിൻ്റെ കരുണ ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ സൗഖ്യം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇവിടെ കോശി ബ്രദറിന് വേണ്ടി സ്തോത്രം.
നമ്മുടെ റെഞ്ചി സഹോദരനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ സെന്നിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രിൻസ് സഹോദരൻ സർജറി കഴിഞ്ഞ് മടങ്ങി ദുബായിൽ വന്നിട്ടുണ്ടല്ലോ. വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതായിട്ടാണ് അറിയുവാനിടയായത്. കർത്താവിൻ്റെ സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യാം. ഇവിടെ MS കുര്യൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട ദാസനും ദുബായിൽ എത്തിയിട്ടുണ്ട്, വീൽ ചെയറിലാകുന്നു എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. ഇവിടെ ഫിലിപ്പ് സൈമൺ വളരെ പ്രയാസത്തിന്റെ അവസ്ഥയൊക്കെ തെരഞ്ഞിട്ടു, ഇപ്പോൾ ഭവനത്തിലായിരിക്കുന്നു. അദ്ദേഹത്തിന് വളരെ സൗഖ്യം കർത്താവ് കൊടുത്തു. എൻ്റെ അറിവനുസരിച്ച് കഴിഞ്ഞ ദിവസം പള്ളിയിൽ പോകുവാൻ കഴിഞ്ഞു എന്നാണ് അറിയുവാനിടയായത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പരീക്ഷയ്ക്ക് എഴുതിയ കുഞ്ഞുങ്ങളുണ്ട്, ഹയർ സ്റ്റഡീസിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട്, നീറ്റ് ഒക്കെ തയ്യാറായി എഴുതിയ കുഞ്ഞുങ്ങളെ, അവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ തുടർന്നുള്ള അവസരങ്ങൾ ഇടയാവേണ്ടതിന് വേണ്ടി ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം. സ്റ്റെഫാൻ മാത്യു എന്ന് പറയുന്ന ഒരു മകൻ എഞ്ചിനീയറിംഗിന്റെ എക്സാമിനേഷന് വേണ്ടി ഒരുങ്ങുന്നല്ലോ. പൈതലിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുക. കർത്താവ് ആ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ എക്സാമിനേഷന് വേണ്ടി ഒരുങ്ങുന്ന പൈതങ്ങളൊക്കെ ഉണ്ട്, അവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ അവസരങ്ങളൊക്കെ ഒരുക്കി തന്ന UAEക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യാതൊരു തടസ്സവുമില്ലാതെ ശുശ്രൂഷകൾ അനുഗ്രഹമായി നടക്കുവാൻ ആ ദേശത്ത് ഇടയായല്ലോ. ആ ദേശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ നന്മ അനുഭവിപ്പാൻ അനേകർക്ക് ദൈവം അവസരം ഒരുക്കിയിരിക്കുന്നു. ആ ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ, ഭരണാധികാരികൾ അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിട്ടുപോകുന്ന കേരളത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. ഇവിടുത്തെ വിവരങ്ങളൊക്കെ വളരെ പ്രയാസത്തിന്റെ അനുഭവങ്ങളാണല്ലോ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകം രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മയക്കുമരുന്ന്, ലഹരി സാധനങ്ങൾ, അക്രമം, അനീതി, ഏതെല്ലാം വിധത്തിലുള്ള വിഷയങ്ങൾ അതിൽ ലോകം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ യുവാക്കൾ അനേകര് ഈ മയക്കുമരുന്നിന് അടിമകളായിട്ടുള്ളവരും അത് വിൽക്കുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനും ഉത്സാഹം കാണിക്കുന്നവരുമായിട്ടുള്ള അനേക പ്രിയപ്പെട്ടവർ, സുബോധം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിലേക്ക് അനേകരെ ഉത്സാഹിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർത്ത്, കർത്താവേ സുബോധം നൽകണമേ, തിരിച്ചറിവ് നൽകണമേ, ഞങ്ങളുടെ യുവജനങ്ങളെ കർത്താവ് കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ എന്ന് വളരെ ഹൃദയഭാരത്തോട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ വിവാഹം കഴിഞ്ഞ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. കുടുംബജീവിതം ആരംഭിച്ച കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വേണ്ടി ഇവിടെ സ്റ്റെഫിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സാബു വാര്യാപുരത്തിന്റെ മകളുടെ വിവാഹം 23-ാം തീയതി കഴിഞ്ഞു. ആ കുടുംബത്തെയൊക്കെ ദൈവസന്നിധിയിൽ ഓർക്കാം. നമ്മുടെ സൈസിലെ സഹോദരൻ തമ്പി ഷൈനിയുടെ മകളുടെ വിവാഹം അടുത്ത് നടക്കുവാൻ പോകുന്നു അറിയുവാനിടയായല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ, അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിനായി നമുക്ക് ഒരുമിച്ച് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ കരുണ കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇവരെയൊക്കെ പ്രാർത്ഥിക്കാം. ഇവിടെ രാജു സമൂഹൽ ശരീരത്തിൽ സൗഖ്യമില്ലാതിരിക്കുന്നുണ്ട്. ഇവിടെ ജോജി റോസിയുടെ കുഞ്ഞുങ്ങൾ 2 പേര്, ഒരാൾ പഞ്ചാബിലും ഒരാൾ ജോർജിയയിലും പഠിക്കുന്നല്ലോ. ആ കുഞ്ഞുങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. നമ്മുടെ ആശിഷ്, പ്രദീപിന്റെ മകൻ ആശിഷിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹോദരൻ രാജന് ശാരീരികമായ അസ്വസ്ഥതയുണ്ട്, ദൈവസന്നിധിയിൽ നമുക്ക് ഓർക്കാം. പ്രിയപ്പെട്ടവരെ, തലവണക്കിയിരിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടി അപേക്ഷിക്കാം. നമ്മുടെ സഹോദരൻ MJ തോമസ്, രാജൻ, സജി, ഇവരെയൊക്കെ പ്രത്യേകം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ തോമസ് കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൂട്ടായ്മയിൽ നിന്ന് നാട്ടിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ. വളരെ ഹൃദയവേദനയോട് ഭാരത്തോട് ഉള്ള പല വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്നവരുണ്ട്. എല്ലാവരെയും ദൈവസന്നിധിയിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകമായി നമുക്ക് ഓർക്കാം. സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള പൈതങ്ങളുണ്ടല്ലോ, അവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം.
ഈ ദിവസങ്ങളിലെ പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ റീനയുടെ മകൻ റിനു മോൻ 27-ാം തീയതി ഇന്ന് ഒരു പുതിയ വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുന്നല്ലോ. അതുപോലെ നാട്ടിലായിരിക്കുന്ന നമ്മുടെ രാജുവിൻ്റെ സൂസന്റെയും മകൾ റിച്ചു രാജ് 2-ാം തീയതി ഒരു പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കും. ഞങ്ങളുടെ സണ്ണിലോ രാജീവ് 2-ാം തീയതി ഒരു പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കുന്നു. നമ്മുടെ ജോർജ് തോമസ് 2-ാം തീയതി ഒരു പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കുന്നു. നമ്മുടെ മോനച്ചന്റെ ഭാര്യ സുജ കുര്യൻ 3-ാം തീയതി ഒരു പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കും. പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി, പുതിയ വർഷം ദാനമായി ലഭിച്ച പ്രിയപ്പെട്ടവർക്കായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഇവിടെ ജോസിയുടെ സഹോദരൻ രാജൻ കെഒ ഫിലിപ്പ് ആൻഡ് ജോളി 30-ാം തീയതി കുടുംബജീവിതത്തിൽ ഒരു പുതിയ വയസ്സിലേക്ക് അവർ പ്രവേശിക്കും. നമ്മുടെ സഹോദരൻ MJ തോമസിന്റെ മകൾ സീന, വിനോദ് ദാനിയൽ ആൻഡ് സീന, അവര് 2-ാം തീയതി അവരുടെ കുടുംബജീവിതത്തിന്റെ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കും. കുടുംബങ്ങളായി, വ്യക്തികളായി ഇവരെയൊക്കെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭാരങ്ങൾ പെടുത്തുന്ന വിഷയങ്ങളെ ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കാം. ഹോളിലും നമ്മുടെ സൂമിലുമൊക്കെ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ ഹൃദയവിചാരങ്ങളനുസരിച്ച് ഇടപെടുന്ന ദൈവസന്നിധിയിൽ അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ കർത്താവേ, ഈ പകൽക്കാലത്തിനായ സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ സൂക്ഷിച്ചല്ലോ, സഹായിച്ചല്ലോ. അവിടുത്തെ കരുണയോർത്ത് സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ സമർപ്പിച്ച വിഷയങ്ങളെയൊക്കെ അവിടുന്ന് ശ്രദ്ധിച്ചല്ലോ. ഞങ്ങളുടെ രോഗികൾക്കായി കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച സങ്കീർത്തനത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഗാന ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെയെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ഞങ്ങളുടെ ആരാധനയിൽ തിരുസാന്നിധ്യം കൂടിയിരിക്കണമേ. ഇത്രത്തോളം യഹോവ ഞങ്ങളെ സഹായിച്ചു. നേതൃത്വം കൊടുത്ത മക്കളെ പ്രത്യേകമായി ഓർക്കുന്നു. പുതിയ വയസ്സിലേക്ക് പ്രവേശിച്ച പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹത്തിന്റെ വർഷങ്ങൾ, അനുഗ്രഹത്തിന്റെ ദിനങ്ങൾ കർത്താവ് നൽകുന്നതിനാൽ സ്തോത്രം. കുടുംബജീവിതത്തിന്റെ പുതിയ വർഷത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ വിവാഹിതരായ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന പൈതങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷകൾ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനായി തീരുവാനിടയാക്കണം. കർത്താവ് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ആരാധനയിൽ തിരുഹിതം, തിരുസാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവെ എല്ലാവർക്കും ഇടയാക്കണം. ഹൃദയം നിറഞ്ഞ് സമർപ്പണത്തോടെ ദൈവമുഖത്തേക്ക് നോക്കി അവിടുത്തെ പാദപീഠത്തെങ്കിൽ ആരാധിപ്പാൻ എല്ലാവരെയും ഒരുക്കണമേ. നേതൃത്വം കൊടുക്കുന്നതിൻ്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. തിരുമേനി അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ആമേൻ. തുടർന്ന് പ്രിയപ്പെട്ടവരെ, ആരാധനയ്ക്കായിട്ടുള്ള സമയമാണ്. ആരാധനയിൽ എല്ലാവരും സമർപ്പണത്തോടെ സംബന്ധിക്കാം. അതിനുശേഷം നമ്മുടെ ഗിസൈസിലുള്ള സഹോദരൻ തമ്പി ഒരു 2 മിനിറ്റ് ഒരു സാക്ഷ്യം പറയുവാൻ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവന്റെ മകളുടെ വിവാഹത്തോടനുബന്ധിച്ച്. അപ്പോൾ ആരാധനയ്ക്ക് ശേഷം ആ സാക്ഷ്യത്തോട് തുടർന്ന് പ്രിയപ്പെട്ട കോശി ബ്രദർ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കും. പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഹാളിലും സൂമിലുമായി കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഒരു ഉച്ച കഴിഞ്ഞ സമയം കൂടി കർത്താവ് നമ്മളെ ഈ ലോകത്ത് ജീവിക്കുവാൻ തന്ന ഭാഗ്യത്തിനായി ഒന്ന് സ്തോത്രം പറയുമോ? ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിന്റെ ആ സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ ഹല്ലേലൂയ പശ്ചാത്തലത്തിൽ ആയിരിക്കുന്ന സ്നേഹമുള്ള ദൈവ പൈതലേ, ഇന്ന് 60-ാം സങ്കീർത്തനത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിച്ചു. ഈ സങ്കീർത്തനം ദാവീദ് ചമയ്ക്കുമ്പോൾ ഹല്ലേലൂയ, ഇതിന്റെ ആരംഭ വാക്യം ഹല്ലേലൂയ ഇങ്ങനെയാ പറയുന്നത്: ദൈവമേ, നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞ് ചിതറിച്ചിരിക്കുന്നു. അങ്ങനെ ഹല്ലേലൂയ ഹൃദയത്തിന്റെ നൊമ്പരവുമായി കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ ശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവം നിന്നെ, എന്നെ
തള്ളിക്കളന്നോ ചിതറിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഹല്ലേലൂയ. ഈ പകൽക്കാലം ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് നമ്മൾക്ക് വലിയൊരു ആമേൻ. സ്വാന്തനം തരുന്നുണ്ട്. ആമീൻ. ഇതിന്റെ അവസാന വാക്യം ഇങ്ങനെയാ പറയുന്നത്, ഹല്ലേലൂയ, Praise the Lord. മനുഷ്യന്റെ സഹായം വ്യർത്ഥമല്ലോ. Praise the Lord. ഓ, ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും, അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും. പ്രാരംഭം എങ്ങനെയായിരുന്നു, എന്നാൽ അവസാനം എങ്ങനെയാണ്? Praise the ഒരു വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, ഹല്ലേലൂയ, കർത്താവ് വീര്യം പ്രവർത്തിക്കും എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഉയർത്തെഴുന്നേറ്റവനായ കർത്താവും നമ്മളോട് ഇത് തന്നെയാ പറയുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ നിങ്ങളുടെ അന്ത്യം വരെയും നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്തൊരു കർത്താവ്. ഹല്ലേലൂയ. ഈ അടുത്ത ഇടയിൽ ഹല്ലേലൂയ ഒരു ദേവദാസൻ പറയുണ്ടായി. ആമീൻ. ഹല്ലേലൂയ. 11 ശിഷ്യന്മാരെയും ഹല്ലേലൂയ കർത്താവ് സ്വയം തെരഞ്ഞെടുത്ത് കൂട്ടിച്ചേർത്തുവെങ്കിൽ പൗലോസ്ലിഹായെ തെരഞ്ഞെടുത്തത് ഈ മരിച്ച ദൈവമാണ്, മരിച്ച് ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. ആ ഒരു ഗണത്തിലാണ് ഒരു പരിധിവരെ നാമും ഉൾക്കൊള്ളുന്നത്. ഹല്ലേലൂയ. മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുകൊണ്ടാണ് ഈ ഹാളിലും ഈ ശബ്ദത്തിന്റെ പരിധിയിലും നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റവനായ യേശു നമ്മളോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഭാരത്തിന്റെ നടുവില്, നമ്മുടെ വേദനകൾക്കുള്ളിൽ ഹല്ലേലൂയ നമ്മളെ സഹായിക്കാൻ കഴിവുള്ള ഒരു ദൈവം. നമ്മളെ മധ്യസ്ഥ പ്രാർത്ഥന ഹല്ലേലൂയ ഒരുപാട് നൊമ്പരങ്ങൾ കേട്ടു, ഹല്ലേലൂയ ഒരുപാട് ആവശ്യങ്ങൾ കേട്ടു. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അറിയാതെ കണ്ണിൽ ഹല്ലേലൂയ കണ്ണുനീർ പൊടിഞ്ഞുപോയി. PK സക്കറിയാച്ചൻ വേദനയുടെ മധ്യത്തിലും എന്റെ കർത്താവിനെ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ഓ പുകഴ്ത്തുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് അങ്ങനെ കഴിയും? ഹല്ലേലൂയ. നമ്മൾക്ക് ആരോഗ്യമുണ്ട്, നമ്മൾക്ക് നടക്കുവാൻ പറ്റും, ഓടുവാൻ പറ്റും. എന്നാൽ എത്ര പേര് ഹല്ലേലൂയ എന്റെ കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുന്നുണ്ട്? നമുക്ക് എന്തെല്ലാം സുഖങ്ങളുണ്ട്, നമുക്ക് എന്തെല്ലാം സൗഖ്യങ്ങളുണ്ട്. എന്നാൽ ഹല്ലേലൂയ എത്ര പേര് ഈ സമയം യേശുവിന് വേണ്ടി വിനിയോഗിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആ രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട് വേദനയുടെ മധ്യത്തിലും ആ ദൈവദാസൻ ഹല്ലേലൂയ അനേകരെ യേശുവിലേക്ക് ആദായപ്പെടുത്തുമ്പോൾ നമ്മൾ എവിടെയാണെന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഉയർത്തെഴുന്നവനായ ഈ ക്രിസ്തു നമ്മളോട് ചേർന്ന് നിൽക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പാടാം. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റവനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരോഗ്യമുള്ളവര് അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നാട്ട് അല്പസമയം ഈ ഗാനം പാടി കർത്താവിനെ ഉള്ളുകൊണ്ടൊന്ന് ആരാധിച്ചാട്ട്. ഹല്ലേലൂയ. അവൻ വിടുവിക്കുന്ന ദൈവമാണ്, അവൻ അനുഗ്രഹിക്കുന്ന കർത്താവാണ്. ഒരുമിച്ച് പാടാം. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റവനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനായ യേശു, ലോകത്തെ ചമച്ചവനായ യേശു, പാപത്തെ മറച്ചവനായ യേശു, ആ യേശുവിനെ ആരാധിക്കുമോ, അവനിൽ ആശ്രയിക്കുമോ? എങ്കിൽ നമ്മുടെ എല്ലാ ഭാരങ്ങളും മാറ്റിത്തരുന്ന ഒരു പകൽക്കാലമായി ഈ പകൽ തീരട്ടെ. ജീവന്റെ
യേശു നമ്മുടെ മധ്യത്തിലുണ്ട്. ആമേൻ. ഓ, അവനെ യഥാർത്ഥമായി കണ്ടുമുട്ടുവർക്കായി സ്തോത്രം. യേശു എന്റെ അടുത്തുണ്ടായിരുന്നു ആമേൻ എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതൽ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ. ഒരു സ്തോത്രം ഒന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തമായിരിക്കും. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ധ്യാനികരിക്കപ്പെട്ട കൂട്ടായ്മയല്ല ഒരു സാക്ഷിയായി നിൽക്കാൻ തന്ന അവസരത്തെ സ്തുതിക്കുന്നു. നന്ദിയുടെ സ്തോത്രം. എൻ്റെ കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ നടത്തി. ആവശ്യങ്ങളൊക്കെ കൂടെയിരുന്നു, പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ദൈവം ഞങ്ങളെ സഹായിച്ചു നടത്തി. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതമൊക്കെ തന്നു. നന്ദിയോടെ സ്തോത്രം. ഇപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് എൻ്റെ മകളുടെ വിവാഹം സംബന്ധിച്ച് നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയാണ്. എൻ്റെ രണ്ടാമത്തെ മകളുടെ കല്യാണം മെയ് 31 ACS പള്ളിയിൽ വെച്ച് നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സാന്നിധ്യവും ഞാൻ ക്ഷണിക്കുന്നു. മൂത്ത മകളുടെ കല്യാണത്തിന് നിങ്ങളുടെ എല്ലാവരും അവിടെ വന്നിരുന്നു, സംബന്ധിച്ചു. വളരെ അനുഗ്രഹമായി നടന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രാവശ്യവും നിങ്ങൾ വന്ന് സഹകരിക്കണം. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഞാൻ ക്ഷണിച്ചുകൊണ്ട് ഇരിക്കുന്നു. നന്ദി, നമസ്കാരം. Praise the Lord. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവന ശുശ്രൂഷയുടെ സമയമായെന്ന് കരുതുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും കേൾക്കുകയും കാണുകയും ചെയ്യാമല്ലോ. സൂമിലുള്ളവരോടാണ് പ്രത്യേകം ചോദിക്കുന്നത്. ദയവായിട്ട് സൂമിൽ സംബന്ധിക്കുന്ന 25 ഡിവൈസിൽ കൂടെ ദൈവകൃപയാൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന കഴിവുള്ളവരൊക്കെ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യുവാനായിട്ട് ശ്രമിക്കണം. നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. പ്ലീസ് ഓപ്പൺ അപ്പ് യുവർ വീഡിയോസ്. വലിയ സന്തോഷം. 3 പേരിപ്പോൾ ഓപ്പൺ ചെയ്തു. ദൈവം അനുഗ്രഹിക്കട്ടെ. രാജൻ ബ്രദറും ജോസഫ് തോമസ് രാജൻ ബ്രദറും ജാൻസി സിസ്റ്റർ ഓപ്പൺ ചെയ്തു. ബാക്കിയുള്ളവരൊക്കെ കഴിവുള്ളവരൊക്കെ വീഡിയോ ഓപ്പൺ ചെയ്താൽ സന്തോഷമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാണുന്നത് വലിയ സന്തോഷമാണ്. എല്ലാവർക്കും കേൾക്കാമല്ലോ? കരമൊന്ന് ഉയർത്തിക്കേ. ക്യാൻ യു ഹിയർ മീ? പ്രൈസ് ദി ലോർഡ്. ഓക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഒരിക്കൽ കൂടെ ഫാസ്റ്റിംഗ് പ്രയറായിട്ട്, ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറായിട്ട് കൂടി വരുവാൻ ദൈവം നമ്മെ സഹായിച്ചൻ. കർത്താവ് നമ്മോട് ഇടപെടുവാൻ ദൈവം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയും ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നു. പിശാചിൻ്റെ തന്ത്രങ്ങളെ ജയിക്കുവാനായിട്ടുള്ളതായ ആഹ്വാനം ഒക്കെയും കർത്താവ് നമുക്ക് നൽകി. ഇന്ന് ആരാധനയിലും സങ്കീർത്തന ധ്യാനത്തിൻ്റെ സമയത്തും ഒക്കെയും എടുത്തു പറഞ്ഞൊരു വിഷയമുണ്ട്. ബേബിക്കുട്ടി ഒക്കെ എടുത്തു പറഞ്ഞൊരു വിഷയമുണ്ട്. ഇന്ന് 1-ാം ഞായർ എന്നാണ് നാം അതിനെ വിളിക്കുന്നത് എന്ന് നമ്മൾ കേട്ടു. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഉള്ളതായ അടുത്ത ഞായർ. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആ ഞായറാഴ്ച തന്നെ ശിഷ്യന്മാരുടെ അടുക്കൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. മഗ്ദലക്കാരത്തെ മറിയയ്ക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ഈ ശിഷ്യന്മാര് മുറി അടച്ചിരുന്ന് ആയിരുന്ന സമയത്ത് അവരുടെ മധ്യത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. എങ്കിലും നമ്മുടെ കേരളത്തിൽ വന്നതായ തോമാശ്ലീഹയ്ക്ക് മാത്രം അന്ന് എന്തൊക്കെയോ അത്യാവശ്യം ഉണ്ടായിരുന്നുണ്ട്. അദ്ദേഹം പുറത്തായിരുന്നു, മാർക്കറ്റിൽ പോയതായിരിക്കാം. എന്തായിരുന്നാലും അദ്ദേഹം വന്നപ്പോൾ അവർ പറഞ്ഞു, കർത്താവിനെ ഞങ്ങൾ കണ്ടു. ഒരു കാരണവശാലും അദ്ദേഹത്തിന് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ദാരുണമായി കൊല്ലപ്പെട്ടതായ വ്യക്തി, ചങ്കുകൂടെ തുളയ്ക്കപ്പെട്ടതായ ആ ഒരു വ്യക്തി, തങ്ങളുടെ നാഥൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ മാനുഷികമായ ബുദ്ധിയിൽ അത് വലിയ പ്രയാസമാണ് അത് അംഗീകരിക്കുവാൻ. അതുകൊണ്ട് തന്നെയാണ് തോമാശ്ലീഹ പറഞ്ഞത്, എന്താണ്? ഞാൻ അവനെ കാണുകയും ഞാൻ അവൻ്റെ ആണിപ്പഴുതിൽ, കാരണം അറിയാം ഈ ആണികൾ ഏറ്റതാണ് കാലേലും കയ്യേലും എല്ലാം കാരിരുമ്പാണി തുളച്ചതെന്നാണെന്ന് അറിയാം. പിന്നെ മാറത്ത് എന്താണ് വലിയ കുന്തം വെച്ച് കുത്തിയതാണ്, ചങ്കിലെ ചോരയെല്ലാം പോയി അവസാന തുള്ളി രക്തം വരെയും ചീന്തപ്പെട്ട അവസ്ഥയില് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, ദേഹം മുഴുവൻ മുറിവേറ്റവൻ, അവന്റെ അസ്ഥികളൊക്കെ എണ്ണാവുന്ന തരത്തിൽ ചാട്ടവാറ് കൊണ്ട് അടി ഏറ്റവൻ, തലയിൽ മുൾക്കിരീടം ധരിച്ചവൻ, ഇങ്ങനെ മരണപ്പെട്ടതായ വ്യക്തി ഉയർത്തെഴുന്നേറ്റു ഞങ്ങൾ കണ്ടെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യർക്ക് ആര് തന്നെ ആയിരുന്നാലും അംഗീകരിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കാം, പക്ഷേ എനിക്ക് എന്ത് ചെയ്യണം? അവൻ തന്നെയാണെന്ന് അറിയണം. അവന്റെ ആണിപ്പഴുതിലൊന്ന് കൈയിടണം, വിരലിടണം, അവന്റെ ചങ്കിൽ എൻ്റെ കൈയൊന്നിടണം, എന്നിട്ട് വിശ്വസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു.
അപ്പോൾ ഈ ഒന്നാം ഞായറാഴ്ച ഇന്ന് നമ്മളായിരിക്കുന്ന ആ ഒരു ദിവസം എന്ന് പറയുന്ന അതിന്റെ ഒരു റിമംബറൻസ് ആണ്. നമ്മുടെ അടുക്കലേക്ക് വന്നതായ തോമാശ്ലീഹ അവന് ആ ഒരു കാര്യം അവൻ പറഞ്ഞു, ആ ഒരു നിബന്ധന വെക്കുന്ന പോലെ. കർത്താവ് എന്നോട് ഈ ശിഷ്യന്മാരൊന്നും പറഞ്ഞില്ല, ഇങ്ങനെയൊക്കെ തോമസ് പറഞ്ഞിട്ടൊന്നും പറഞ്ഞില്ല. കർത്താവ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടേച്ച് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞേച്ച് അവരോട് ആദ്യം ഈ തോമാശ്ലീഹയെ നോക്കിയേച്ച് പറഞ്ഞു, നിന്റെ വിരലിങ്ങോട്ട് നീട്ടിക്കേ, എന്റെ കയ്യിൽ ആണിപ്പിഴുതലൊന്ന് നിന്റെ വിരൽ നീട്ടേ, നിന്റെ കൈ ഇങ്ങോട്ട് നീട്ടിക്കേ, എന്റെ വിലാപ്പുറത്തൊന്ന് നിന്റെ കൈ ഒന്നിട്ടേ, കാരണം കൈ കടത്തത്തക്കോണം ആ വലിയ മുറിവേറ്റതാ. ഓ എന്റെ ദൈവമേ, അവിടെ എന്തൊരു അത്ഭുതമാണ് നടക്കുന്നത്. തോമാശ്ലീഹ അത് കണ്ടേച്ച് വേറെ ഒരു ശിഷ്യന്മാരും വിളിക്കാത്തതും തോമാശ്ലീഹ അതിന് മുൻപ് വിളിച്ചിട്ടില്ലാത്തതുമായ ഒരു നിലവിളി പോലെയുള്ള ഒരു സമ്മതമാണ്, എന്റെ കർത്താവും എന്റെ ദൈവമേ. ഹാല്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ എന്റെ കർത്താവും എന്റെ ദൈവമേ എന്ന് പറയുന്ന പകൽക്കാലമാണ്. ദയവായിട്ട് എല്ലാവരും കരമുയർത്തി ഒന്ന് പറയാമോ, എന്റെ കർത്താവും എന്റെ ദൈവമേ എന്ന് പറയാമോ? തോമാശ്ലീഹയോട് ചേർന്ന് നമുക്കൊന്ന് പറയാമോ, എന്റെ കർത്താവും എന്റെ ദൈവമേ? ഹൃദയത്തിന്റെ ആഴത്തിൽ നമുക്ക് പറയാം, എന്റെ കർത്താവും എന്റെ ദൈവമേ. താങ്ക് യു. അത് മാത്രം മതി. നമ്മുടെ കരങ്ങൾ ദൈവസന്നിധി ഉയർത്തിയേച്ച് കർത്താവെ, തോമാശ്ലീഹയുടെ കർത്താവ് എന്റെ കർത്താവാണ്, തോമാശ്ലീഹയുടെ ദൈവം എന്റെ ദൈവമാണ്. കർത്താവിനെ അതുവരെ അവരൊക്കെ ഗുരുവെന്നും ഒക്കെയാണ് വിളിച്ചിട്ടുള്ളത്. ഇവിടെ തോമാശ്ലീഹ ഡയറക്റ്റ് ആയിട്ട് നീ ദൈവപുത്രനായ ക്രിസ്തുവാകുന്നത് പത്രോസ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തോമാശ്ലീഹയെ കണ്ടപ്പോൾ തോമാശ്ലീഹയ്ക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല, എന്റെ കർത്താവ് എന്റെ ദൈവം. ഞങ്ങളുടെയൊന്നുമല്ല പറഞ്ഞ, എന്റെ കർത്താവ് എന്റെ ദൈവം. ഇന്ന് പൽക്കാലം നമുക്കത് പറയുവാൻ കഴിയണം. ഇന്ന് എന്റെ കർത്താവ് എന്റെ ദൈവമേ എന്ന് ദൈവസന്നിധി നമ്മൾ പറഞ്ഞിട്ട് ദൈവസന്നിധി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്ന വൈകിയ സമയമായി തീരട്ടെ. ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകാല ഏതെങ്കിലും വിഷയത്താൽ ഭാരപ്പെടുന്നവർ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വിഷയം ദൈവസന്നിധി വയ്ക്കാം. ഇന്ന് പകൽക്കാലം ദൈവം മറുപടി നൽകും, അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കും. എന്റെ കർത്താവും എന്റെ ദൈവമേ എന്ന് തോമാശ്ലീഹ വിളിക്കുക മാത്രമല്ല, ഭൂമിയുടെ അറ്റം വരെ തന്റെ കർത്താവിനും തന്റെ ദൈവത്തിനുമായി യാത്ര ചെയ്ത് തന്റെ കർത്താവിനും തന്റെ ദൈവത്തിനുമായി തന്റെ ജീവനെ നൽകിയതായ ആ തോമസ് അപ്പോസ്തലനെ പോലെ ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കാൻ, കർത്താവെ എന്ത് വന്നാലും അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ ഞാൻ സമർപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവെ ഒരു വലിയ ഈസ്റ്ററും നോയമ്പിന്റെ അനുഭവങ്ങളും ഒക്കെ ഞങ്ങൾ കർത്താവെ സഭകളായിട്ട് കർത്താവെ സകല കർത്താവെ പാരമ്പര്യ സഭകളുമായിട്ട് അത് ആഘോഷിച്ചു, അത് ഓർത്തു, അതിൽ പങ്കുചേർന്നു. കർത്താവിന്റെ ക്രൂശ് മരണത്തിന്റെ സമയത്ത് ദുഃഖ വെള്ളിയാഴ്ചയായിട്ട് കർത്താവെ അവിടുത്തെ സന്നിധിയിൽ എത്രയോ കുമ്പിടുവാന്റെ കോണം കർത്താവെ അവിടുന്ന് ദൈവനം ലോകമെമ്പാടുള്ളവരെ സഹായിച്ചു. ഉയർപ്പിന്റെ സന്തോഷത്തിന്റെ അനുഭവം നൽകി. ആ ഉയർപ്പിന്റെ ദിവസം തന്നെ അവിടുത്തെ ശിഷ്യന്മാർക്ക് അവിടുന്ന് പ്രത്യക്ഷനായി. എന്നാൽ ഇന്നെന്ന പോലെ ഒരു ദിവസം കർത്താവെ ആ അപ്പോസ്തലന്റെ വിശ്വാസം ഉറപ്പിക്കേണ്ടതിന് വേണ്ടി തന്റെ അപ്പോസ്തലന്മാർ ശിഷ്യന്മാർ കൂടിയിരുന്നിടത്ത് അവിടുന്ന് വന്നിട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞതായ ആ സമാധാനം ഞങ്ങൾക്ക് തരണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് സമാധാനത്തിന്റെ അനുഭവം ഞങ്ങൾക്ക് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിനമക്കളുടെ ഓരോരുത്തരുടെയും വിഷയങ്ങളുടെ മേൽ അവിടുന്ന് മറുപടി നൽകണമേ. അങ്ങേക്ക് കഴിയാത്ത ഒന്നുമില്ലല്ലോ. രോഗികളെ അവിടുന്ന് സൗഖ്യമാക്കണമേ. ഇത് കർത്താവെ അവിടുത്തെ അനവധി കർത്താവെ രോഗികളായിരിക്കുന്ന വിഷയം വെച്ചു, അനവധി വിഷയങ്ങൾ വെച്ചു. പലരുടെയും സൗഖ്യത്തിന്റെ അനുഭവം ഞങ്ങൾ കേട്ടു. ഇനിയും സൗഖ്യം പ്രാപിക്കേണ്ടവരുണ്ട്. സ്വർഗത്തിലെ അപ്പച്ച അവിടുന്ന് വിടുതൽ നൽകണമേ. ഇന്ന് വിടുതലിന്റെയും അത്ഭുതത്തിന്റെയും പകൽക്കാലമാക്കി തീർക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും 40 ദിവസം അവർക്ക് പ്രത്യക്ഷപ്പെടുകയും അവർ കാണുക സ്വർഗത്തിലേക്ക് കയറിപ്പോവുകയും ചെയ്തവനായ കർത്താവേ, ഇന്ന് പകൽക്കാലം ആ രക്ഷയുടെ സന്തോഷം കൊണ്ട് ഞങ്ങൾ എല്ലാവരെയും അവിടെ നിറയ്ക്കണമേ. ഭയപ്പെട്ടും തലകുനിച്ച് വിരിക്കുന്നവരുടെ തലകളെ അവിടുന്ന് ഉയർത്തുമാറാകണമേ. സൗഖ്യത്തിന്റെ പകൽക്കാലമാക്കി തീർക്കണമേ. എല്ലാ വിഷയങ്ങൾക്കും മറുപടി നൽകണം. നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ മറുപടി അവകാശം പറയുന്നു. ഇതിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സൂമിലായിട്ട്, യൂട്യൂബിലായിട്ട്, കർത്താവെ ഹോളിലായിട്ട് സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുന്ന് സ്പർശിക്കണമേ. അവിടുത്തെ ഒരു സ്പർശനമേൽക്കാതെ കടന്നു പോകാൻ ഇടവരുന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. തുടർന്നുള്ള നിമിഷങ്ങളിലും അവിടുത്തെ വലിയ ശക്തി വ്യാപരിക്കണം. സൗഖ്യത്തിന്റെ ശക്തി, വിടുതലിന്റെ ശക്തി, ശുദ്ധീകരണത്തിന്റെ ശക്തി, മാനസാന്തരത്തിന്റെ അനുഭവം, പാപമോചനത്തിന്റെ അനുഭവം, രക്ഷയുടെ അനുഭവം, പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ അനുഭവം ഇന്ന് പൽക്കാലം നൽകണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു.
ദയോടെ കേൾക്കണമേ നല്ല പിതാവേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് മറുപടി നൽകിയിരിക്കാൻ കരങ്ങൾ ഉയർത്തി, 2 കരങ്ങൾ ഉയർത്തി നമുക്ക് 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും 1-2 പ്രിയപ്പെട്ടവർ ആ വീഡിയോ ഓൺ ചെയ്ത് ഓർത്ത് വലിയ സന്തോഷം. രാജു ബ്രദർ ആൻഡ് ഡോമന സിസ്റ്റർ, റിബിൻ വർഗീസ് ഒക്കെയും ഇപ്പോൾ ഓപ്പൺ ചെയ്തു. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ് യു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് വിടുതലിന്റെ അനുഗ്രഹത്തിന്റെ നന്മയുടെ പകൽക്കാലമായി ദൈവം തീർക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, എന്നാൽ അത് സിമ്പിൾ അല്ലത്. അപ്പോൾ കർത്താവ് ക്രൂശിന്മേൽ നിവർത്തിച്ചത് നമ്മൾ പറയുമ്പോൾ, ക്രൂശിലേക്ക് പോകുന്ന ആ കർത്താവ് താൻ നേരിടാൻ പോകുന്ന അതിവേദന നന്നായിട്ട് അറിയാമായിരുന്നു. മനുഷ്യനും ദൈവമായിരിക്കുന്നുണ്ട്. എവിടെ എന്തെല്ലാം വേദനയാണ് താൻ നേരിടാൻ പോകുന്നത്, എന്തെല്ലാം അപമാനമാണ്, എന്തെല്ലാം ദുഃഖങ്ങളാണെന്നുള്ളത് നന്നായിട്ട് അറിയായിരുന്നു. ഓരോ ചാട്ടവാറിന്റെയും അടിയുടെ വേദന നേരത്തെ കർത്താവിന് അറിയായിരുന്നു. അതുകൊണ്ടാണ് തന്റെ രക്തം വിയർപ്പായിട്ട് പോകത്തക്കവണ്ണം, അത് ഏറ്റവും ഒരു എക്സ്ട്രീം കണ്ടീഷനാണ്. മാനസികമായ വ്യഥ വരുമ്പോഴാണ് നമ്മുടെ കാപ്പിലറീസ് പൊട്ടിയിട്ട് ഈ രക്തം വിയർപ്പായിട്ട് വരുന്നത്. അപ്പോൾ കർത്താവിന് നന്നായിട്ട് അറിയാമായിരുന്നു തന്റെ ഓരോ അടിയും തന്റെ ശരീരത്തിൽ ഏൽക്കുമ്പോഴുള്ള വേദന, ഇതെല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ട് പിതാവിനോട് പറഞ്ഞ്, എന്താണ് ഇത്രയും 33 വർഷം ജീവിച്ച് എന്തിനു വേണ്ടിയാ? ക്രൂശ് മരണത്തിന് വേണ്ടിയാ. എന്നിട്ടും താൻ മനുഷ്യനായിരുന്നുകൊണ്ട് പിതാവിനോട് പറഞ്ഞ്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീക്കണമേ. പിതാവിന് കഴിയുമെന്നുള്ളത് നന്നായിട്ട് അറിയാമായിരുന്നു. 12 ലഗ്യോനിലധികം ദൂതന്മാരെ തന്റെ അടുക്കൽ നിർത്തുവാൻ പിതാവിനോട് ചോദിച്ചാൽ തരുമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു. കർത്താവിനെല്ലാം അറിയാം. ഒറ്റ വാക്ക് പിതാവ് കൽപ്പിച്ചാൽ മതി, ഈ എതിരായിട്ട് വരുന്നവരെ എല്ലാം നിമിഷം കൊണ്ട് തകർത്ത് കളയുവാൻ പിതാവിന് കഴിയും. എന്നാൽ കർത്താവിന് ഒരു കാര്യം കൂടെ അറിയാം, താൻ വന്നതിൻ്റെതായ പർപ്പസ് എന്താണ്, പിതാവിന്റെ ഇഷ്ടം എന്താണെന്ന് പുത്രനായ കർത്താവിന് അറിയാവുന്നത് കൊണ്ട് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയില്ല എങ്കിൽ താൻ ഈ 33.5 കൊല്ലം ജീവിച്ചത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. താൻ മനുഷ്യനായി വന്നു, എല്ലാവരും കാണുക, വന്നേച്ച് പോയെന്ന് പറയാൻ പറ്റും. മനുഷ്യരാശിയുടെ രക്ഷ നടക്കത്തില്ലായിരുന്നു. അപ്പോൾ അതിനെ ഏറ്റവും വലിയ ക്രിട്ടിക്കലായിട്ടും ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് പിതാവിന്റെ ഇഷ്ടം ചെയ്തു എന്നുള്ളതാണ്. മനസ്സിലായോ? കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്താണ്, എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, പിതാവിങ്കിൽ നിന്ന് കേട്ടത് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന ശബ്ദം എന്റേതല്ല, പിതാവിൻ്റെതത്രേ. അപ്പോൾ പിതാവിന്റെ ഇഷ്ടം മാത്രം ചെയ്യുകയാണ് കർത്താവ് ലോകത്തിൽ ചെയ്തത്. അതുകൊണ്ട് കർത്താവിന്റെ ജീവിതം ധന്യമായി തീർന്നു. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് ദൈവ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ ചിന്താവിഷയം? എനിക്ക് ദൈവ ഇഷ്ടം ചെയ്താൽ മതി, അതെ, അത് മാത്രം മതി. ആണ് ഇന്ന് നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ചിന്ത. അതുകൊണ്ട് ഇന്ന് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരും തുടക്കത്തിൽ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ പറയണം, കർത്താവേ എനിക്ക് അങ്ങയുടെ ഇഷ്ടം ചെയ്താൽ മതി. ഒരുപക്ഷെ നമ്മൾ വളരെ പ്രായമായി കാണും, ഇനി അധിക വർഷമൊന്നും കാണത്തില്ലായിരിക്കും, ഇതുവരെ ചെയ്തതൊന്നും വേണ്ടതുപോലെ ദൈവ ഇഷ്ടമല്ലായിരിക്കും. എന്നാൽ ഇന്നൊരു സമർപ്പണം നമ്മുടെ ജീവിതത്തിലും, കർത്താവെ ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ, എന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ എനിക്ക് അങ്ങയുടെ ഇഷ്ടം ചെയ്താൽ മതിയാണ്. ഐ വാണ്ട് ടു ഡു യുവർ വിൽ ആൻഡ് യുവർ വിൽ ഓൺലി. ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിൽ നിന്ന് പലപ്പോഴും തികച്ചും വ്യത്യസ്തമായിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നുമല്ല ദൈവത്തിന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് വളരെ വലുതാണ്. എന്നിട്ട് പറയുന്നത് അത് നന്മയ്ക്കായിട്ടുള്ളതാണ്, തിന്മയ്ക്കായിട്ടുള്ളതല്ല. നമ്മൾ നമ്മുടെ നന്മയ്ക്കെന്ന് വിചാരിക്കുന്ന പലതും ഒടുവിൽ നമ്മുടെ തിന്മയ്ക്കായി തീരും. അതുകൊണ്ടാണ് ദൈവം നമ്മളെ ഓരോ ഇടുങ്ങിയ വഴിയിൽ കൂടെ നടത്തുന്നത്. ദൈവത്തിന്റെ ആഗ്രഹം നമ്മുടെ നന്മ മാത്രമാണ്. പുത്രനെ ലോകത്തിൽ അയച്ചപ്പോൾ പിതാവിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്രൻ മഹത്വപ്പെടണം. പുത്രൻ കൂടെയാണ് സകലവും സൃഷ്ടിച്ചത്. പുത്രന് വേണ്ടിയും പുത്രനാലും നിർമ്മിക്കപ്പെട്ടതാണ് ഈ ലോകം. എന്നാൽ അത് വീണുപോയ സ്ഥാനത്ത് ദൈവസ്വരൂപത്തിലും സാദൃശ്യത്തിലും പിതൃപുത്ര പരിശുദ്ധാത്മാവിനാൽ രൂപപ്പെടുത്തി ശ്വാസമൂതി മനുഷ്യ ദേഹിയാക്കി, ജീവനുള്ള ദേഹിയാക്കി തീർക്കപ്പെട്ട മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ പിതാവിനത് സഹിക്കാനൊക്കത്തില്ലായിരുന്നു. തന്റെ പുത്രന് വേണ്ടി നിർമ്മിക്കപ്പെട്ടവരാണ് ഇവരൊക്കെ. അതുകൊണ്ടാണ് പുത്രനെ, തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ, അല്ലെങ്കിൽ ഇന്ന് ഇതിൽ സംബന്ധിക്കുന്ന നമ്മെ എല്ലാവരെയും സ്നേഹിച്ചു. അതുകൊണ്ട് പിതാവിന് നമ്മോടുള്ള സ്നേഹമാണ് പ്രിയമുള്ളവരെ ക്രൂശന്മേൽ വെളിപ്പെട്ടത്. നമ്മളെ പ്രിയമകൻ ഓർപ്പിച്ചതുപോലെ
ഇനി അടുത്ത ഈസ്റ്റർ ആഘോഷിക്കാനായിട്ട് 1 വർഷം കാത്തിരിക്കുന്നതാണ് ഇന്ന് ക്രിസ്തീയ ഗോളത്തിൻ്റെതായ വലിയൊരു വീഴ്ച. ഹല്ലേലൂയ. എന്നാൽ അങ്ങനെയല്ല, എല്ലാ ദിവസവും. കാരണം യഥാർത്ഥ ഈസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞു. ഈസ്റ്ററിന് ശേഷം കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ദൈവമയുടെ വലത്ത് ഭാഗത്ത് പോയി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ കേട്ടതിലോട്ട് ആ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവാണ് പൗലോസിനെ വിളിച്ചത്, ഇല്ലയോ? അതിനു മുമ്പ് ജീവനോടെ ശരീരത്തിലിരുന്ന കർത്താവാണ് മറ്റ് 12 പേരെ തെരഞ്ഞെടുത്തതെങ്കിൽ പൗലോസ് അപ്പോസ്തലനെ, ശൗലിനെ തെരഞ്ഞെടുത്തത് ഉയർത്തെഴുന്നേറ്റവൻ. അതുകൊണ്ടാണ് കർത്താവിന്റെ ആ സാന്നിധ്യം അവന്റെ കണ്ണുകൊണ്ട് നോക്കാൻ കഴിയാതെ ഒരു കണ്ണ് പൊട്ടിപ്പോയി. അല്ലെങ്കിൽ കണ്ണിൽ പിന്നെ സൗഖ്യം തന്ന് ചെതുമ്പൽ പോലെ കണ്ണിൽ വീണപ്പോഴാണ് സൗഖ്യം വന്നത്. അതുകൊണ്ട് തേജോമയനായ കർത്താവ്, ഇപ്പോൾ തേജസ്സിലാണ് ഇപ്പോൾ കർത്താവ് വസിക്കുന്നത്. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് ഇനിയും മരിക്കുകയും ഇനിയും ഉയർക്കുകയും ചെയ്യില്ല. അതുകൊണ്ട് ഈസ്റ്റർ നമ്മൾ അതിൽ കൂടെ കടന്നു പോകുമ്പോൾ ഓർക്കണം, കർത്താവിനെ കൊന്നേച്ച് ഉയർപ്പിക്കാനായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് അത് തീരരുത്. എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ബോധത്തോട് വേണം നമ്മളായിരിക്കുവാൻ. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ഈ കർത്താവ് പിതാവിന്റെ ഇഷ്ടം ചെയ്തു, എന്നെയും നിങ്ങളെയും കർത്താവ് ആരാക്കി തീർത്തു? ആർക്കെങ്കിലും പറയാൻ സമയം പോയാൽ എടുത്തു കഴിഞ്ഞാൽ സമയം പോകും. അതുകൊണ്ട് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യും. ഞാനും നിങ്ങളും ആരാണ് ഇപ്പോൾ? ആലലി കർത്താവ് നമുക്ക് വേണ്ടി വന്നു, നമ്മൾ ദൈവമക്കളാ. ആരെങ്കിലും പറയാമോ? ആരാ നമ്മള്? ദൈവത്തിന്റെ ആരോ പറഞ്ഞത് പറഞ്ഞതെ? അതെ, മക്കളാണ്. ശിഷ്യന്മാരായിരുന്നപ്പോ അവരെ വിളിച്ച് ദാസന്മാരെന്ന് വിളിച്ചു. ഞാൻ നിങ്ങളുടെ ഗുരുവാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഞാൻ നിങ്ങളുടെ സ്നേഹിതനാണ്. ഇനി നിങ്ങൾ എന്താ ദാസനെന്ന് വിളിക്കുന്നില്ല, എന്റെ സ്നേഹിതനാണ്. സ്നേഹിതന്മാരോട് മാത്രമേ എല്ലാ കാര്യവും പറയത്തുള്ളൂ. എന്നാൽ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോ തന്നെ ആ മറിയോട്, മഗ്ദലക്കാരത്തി മറിയോട് പറഞ്ഞു, നിങ്ങൾ പോയി എന്റെ സഹോദരന്മാരോട് ഞാൻ നിങ്ങൾക്ക് മുൻപായി ഗലീലയ്ക്ക് പോകും. അപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവന്റെ ശിഷ്യന്മാരെല്ലാം കർത്താവിന്റെ ആരായി തീർന്നു? സഹോദരന്മാരായി തീർന്നു. കർത്താവ് നമ്മുടെ മൂത്ത ജ്യേഷ്ഠനായി തീർന്നു. നമ്മുടെ പിതാവായി ആര് തീർന്നു? പിതാവായി ദൈവം. കർത്താവിന്റെ പിതാവ് ഇപ്പം നമ്മുടെയും പിതാവാ. അതുകൊണ്ടല്ലയോ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ എന്ന് ശിഷ്യന്മാർ പറഞ്ഞു. പലരും ആ പ്രാർത്ഥിക്കുന്നത് എന്തോ വലിയ ഉരുവിടിലാണ് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാതിരിക്കുന്നുണ്ട്. എന്നാൽ അതല്ല എന്റെ ശരി. ഈ വണ്ണം പ്രാർത്ഥിക്കുവാനാ പറഞ്ഞത്. അതിനെ ചുമ്മാതെ 100 മൈൽ സ്പീഡിൽ ഓടിച്ച് പറയാനുള്ളതല്ല. അതിന്റെ ഏറ്റവും ആഴമായ അർത്ഥമുള്ളതാണ് കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. അതിനകത്ത് ആദ്യത്തെ സെന്റൻസ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നേ ദിവസം പിതാവിന്റെ അടുക്കൽ വന്നേച്ച് നമ്മൾ പറയണം. നമ്മൾ പ്രാർത്ഥിക്കാത്തോണ്ടാ പലതും കിട്ടാതെ. ഇന്ന് ഇതിലിരിക്കുന്ന പലരും വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന എനിക്കിപ്പോ കാണാമാൽ. അങ്ങനെയുള്ളവരോട് കർത്താവ് ഇപ്പോൾ സംസാരിക്കുക. മനുഷ്യർ കൂടെയാണ് ദൈവം സംസാരിക്കുന്നത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് തന്റെ പരിശുദ്ധാത്മാവ് വ്യക്തികൾ കൂടെ സംസാരിക്കുക. അത് കർത്താവ് തന്നെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വിടുതലിന്റെ പകൽക്കാലമാണ്. ആദ്യം ചെയ്യേണ്ടത് സ്വർഗസ്ഥനായ എന്റെ പിതാവേ, എന്റെ അപ്പച്ച എന്ന് വിളിക്കണം. അത് നമ്മൾ ആഴത്തിൽ അപ്പനും മകനുമായുള്ള ഒരു വലിയ സ്നേഹം. ചില അപ്പന്മാരും മക്കളും തമ്മിൽ വലിയ പിണക്കും. മക്കൾക്ക് അപ്പന്മാരെ കണ്ടാൽ ഇഷ്ടമല്ല, അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ലോകം. എന്നാൽ അങ്ങനെയല്ല. ഒരു യഥാർത്ഥ പിതൃബന്ധം എന്ന് പറയുന്നത് അത് സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ഒക്കെ അവസ്ഥയാണ്. ആകട്ടെ കർത്താവ് നമുക്ക് കൽപ്പനകൾ തന്നു. എല്ലാ കൽപ്പനകളും കൂടെ ക്രോഡീകരിച്ച് കർത്താവ് പറഞ്ഞ കൽപ്പന എന്തുവാ? 2 കൽപ്പന. എന്തൊക്കെയാണ്? തുടക്കമിട്ട് ആരെങ്കിലും നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം, കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കും. എത്ര സിമ്പിളാ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കൽപ്പന എത്ര പേര് എന്താണ് യഥാർത്ഥത്തിൽ അർത്ഥം മനസ്സിലാക്കി അത് അനുസരിക്കുന്നുണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്കാറുണ്ടോ? ആഴത്തില് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നുണ്ടോ? ഈ അപ്പനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നുണ്ടോ? ഈ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്കറിയാം, ഒരാളെ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യ, അതുപോലെ നമ്മൾ സ്നേഹിക്കുമല്ലോ. ഹൃദയത്തിന്റെ ആഴത്തിൽ സ്നേഹിക്കുന്ന വ്യക്തികൾ നമുക്ക് ഈ ലോകത്തിലുണ്ട്. എന്നാൽ അതിനേക്കാളും അധികം പൂർണ്ണ ഹൃദയത്തോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻഎക്സ്പ്ലെയിനബിൾ തിങ് ആണ്. ഹാലലി, അത് വളരെ പ്രയാസമാണ്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുവാൻ ഞാനും നിങ്ങളും പഠിക്കുമ്പോൾ പിന്നെ നമ്മുടെ പ്രശ്നമെല്ലാം മാറി. അവൻ നമ്മളെ പിതാവായിട്ട് കണ്ടിട്ട് അപ്പനെ നമ്മളൊന്ന് സ്നേഹിക്കാമെന്നുണ്ടെങ്കിൽ പ്രശ്നം തീർന്നു. മക്കളെ,
എല്ലാ പ്രശ്നവും തീർന്നു. ഇത് വിടുതലിന്റെ പകൽക്കാലമാണ്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക. തീർന്നില്ല. പൂർണ്ണ മനസ്സോടെ. ഈ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നതും മനസ്സോടെ സ്നേഹിക്കുന്നതും വ്യത്യാസമുണ്ട്. പല കാര്യങ്ങളും മനസ്സില്ലാ മനസ്സ്, ഇല്ലയോ? ചില സഭകളിലൊക്കെ ഈ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എന്തോ ചെയ്യുന്നറിയാവോ? മനസമ്മതം, ഇല്ലയോ? നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടല്ലോ. മനസ്സ് തമ്മിൽ മനസമ്മതം പറയുക. ഹല്ലേലൂയ. അതായത് ഞാൻ നിന്നെ വിവാഹം കഴിപ്പാനും നീ എന്നെ വിവാഹം കഴിപ്പാനും ഞങ്ങൾക്ക് വലിയ സമ്മതമാണെന്ന് പറയുക. അതൊരു വെറൊരു റിച്വൽ അല്ല. അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. ഇനി ശിഷ്ടായുസ് ഒരുമിച്ച് ജീവിക്കത്തക്കുള്ള ഒരു മനസ്സമ്മതമാണ്. അപ്പോൾ അതിനേക്കാളും ആഴമേറിയ ഒരു ബന്ധമാണ് പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കുക. ഇന്ന് പൽക്കാലം അത് കഴിയുമെങ്കിൽ ഈ ഒറ്റ കൽപ്പന, ഈ 3 കാര്യങ്ങൾ, ഈ 2 കർത്താവ് പഠിപ്പിച്ച ഈ 2 കൽപ്പനയുടെ പൂർണ്ണത നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ആഴം മനസ്സിലാക്കി നമ്മൾ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നാൽ അതോടുകൂടെ എല്ലാം സമ്പൂർണമായി. പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ തീർന്നില്ല, പൂർണ്ണ ആത്മാവോടെ. ആത്മാവിൽ കപടമില്ലാത്തവരായിരിക്കാൻ ദൈവവചനം പറയുന്നു. പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അതിനെപ്പറ്റി ചിന്തിക്കാറുണ്ടോ? ശരിയായി 2 കൽപ്പനയും കേൾക്കുമ്പോൾ വളരെ സിമ്പിളായി, എത്ര സുഖമായി. എന്നാൽ ഇത് പാലിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് ഇന്ന് ക്രിസ്ത്യഗോളം മുഴുവനുമാര്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം. അതിനേക്കാൾ അപ്പുറമായി ഒന്നിനെയും സ്നേഹിക്കരുത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നേക്കാൾ അധികം ലോകത്തെ സ്നേഹിക്കുന്നവൻ എനിക്ക് കൊള്ളാകുന്നവനല്ല. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ ഭാര്യയോ മക്കളെയോ നിലത്തെയോ ജോലിയെയോ സമ്പത്തിനെയോ ഒക്കെ സ്നേഹിക്കുന്നതിനൊന്നും എനിക്ക് കൊള്ളാകുന്നവനല്ല. കാരണം സ്നേഹം വീതിച്ചു കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തെ സ്നേഹിക്കുന്ന പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം, പൂർണ്ണ മനസ്സോടെ ആയിരിക്കണം. അപ്പോൾ എല്ലാ പ്രശ്നവും മാറും, എല്ലാ സന്തോഷവും വരും. ഈ കൽപ്പന കർത്താവ് ക്രോഡീകരിച്ചു തന്നതായി ഈ കൽപ്പന പഴയ നിയമ കാലത്ത് തന്നെ പറയുന്നുണ്ട്. എല്ലാറ്റിലും മുഖ്യ കൽപ്പനയെന്ന് അന്നേ പറയുന്നതാണ്. കർത്താവ് അത് എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ഇത് 3 ചേർന്ന് കഴിയുമ്പോൾ അതിന്റെ ആവരണമാണ് പൂർണ്ണ ശക്തി. നമ്മുടെ സകല സമ്പൂർണതയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണം. പിന്നെ മനുഷ്യനെ എങ്ങനെയാ സ്നേഹിക്കുന്നത്? മനുഷ്യനെ സ്നേഹിക്കണം. ആരെങ്കിലും ഈ സൂമിലുള്ള ആർക്കെങ്കിലും ഒക്കെ ഓപ്പൺ ചെയ്ത് പെട്ടെന്ന് പറയാം. മനുഷ്യനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്? തന്നെ പോലെ, നമ്മളെ പോലെ തന്നെ. അതെ, ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ അല്ല. അത് നമ്മൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ ദൈവത്തെ, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. കൂട്ടുകാരനെ ദൈവത്തെ പോലെ സ്നേഹിക്കുമ്പോൾ ആദ്യത്തെ കൽപ്പന ലംഘിച്ചു കഴിഞ്ഞു. മനസ്സിലായോ? വേറെ ആരെയെങ്കിലും ദൈവത്തെ പോലെ സ്നേഹിച്ചാൽ ആദ്യത്തെ കൽപ്പന ലംഘിച്ചു കഴിഞ്ഞു. 2ാമത്തെ കൽപ്പന എന്ന് പറയുന്നത് നീ നിന്നെ പോലെ, നിന്നെ പോലെ നിന്റെ സ്നേഹിതനെ അയൽക്കാരനെ സ്നേഹിക്കുക. അതാണ് 2ാമത്തെ കൽപ്പന. അതും ഇന്ന് ലോകത്തിൽ നടക്കാത്തതുകൊണ്ട് എല്ലാ പ്രശ്നവും. അവരവരെ മാത്രം സ്നേഹിക്കുന്നു, ആ സ്നേഹം അങ്ങോട്ട് പോകുന്നില്ല. ഒരുത്തരിലേക്കും പോകാതെ സ്വയസ്നേഹം. ഇന്ന് അന്ത്യകാലത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം സ്വയസ്നേഹമാണ്. അവരവരെ സ്നേഹിക്കുന്നതിനപ്പുറമായിട്ട് ആരും ആരെയും സ്നേഹിക്കാത്ത ഒരു ലോകത്തിലാണ് നമ്മളായിരിക്കുന്നു. സ്വന്തം കാര്യം നേടാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. ഇന്ന് ലോകം അങ്ങനെ വഷളായി തീർന്നിരിക്കുക. എന്നാൽ ദൈവത്തിന്റെ കൽപ്പന നമ്മളെ സ്നേഹിക്കുന്ന പോലെ. അതുകൊണ്ടാണ് മറ്റുള്ളവരെ ബഹുമാനിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക. നാം എങ്ങനെ നമ്മെ പോലെ മറ്റുള്ളവരെ കരുതുമ്പോൾ ഈ ലോകം എന്തായിത്തീരും? സന്തോഷവും സമാധാനവും നിറഞ്ഞതായിത്തീരും. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വിഷയം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വിഷയമാണ്. എന്നാൽ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ദൈവമേ, എനിക്ക് അവിടുത്തെ ഇഷ്ടം ചെയ്താൽ മതി, ഐ വാണ്ട് ടു ഡു യുവർ വിൽ എന്ന് നമ്മൾ പറയുവാൻ അത് മനസ്സിലാക്കുമെങ്കിൽ ഇന്നത്തെ നമ്മുടെ ധ്യാനം അനുഗ്രഹമായി തീരും. കുറിവാക്യമായി വേദപുസ്തകം കയ്യിലുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും സൂമിലിരിക്കുന്നവർക്കോ അല്ലാത്തവർക്കും വേദപുസ്തകം വായിക്കാം. കുറിവാക്യമെങ്കിലും ഒന്ന് ആരെങ്കിലും വായിച്ചാൽ സന്തോഷമായിരിക്കും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം, മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 21. ആരെങ്കിലും വായിക്കാമോ? കിട്ടിയില്ല ആർക്കും? എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. നോക്കണം, കർത്താവ് വളരെ സിമ്പിളായി ഹമ്പിളായി എന്നാൽ ആഴമായ വിഷയമാണ് പറയുന്നത്.
നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്ന ഈ സുവിശേഷം എന്ന് പറയുന്ന 4 സുവിശേഷങ്ങളാണ് വേദപുസ്തകത്തിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്. ശരിയല്ലയോ? ഇത് വായിക്കാനൊന്നും പ്രയാസമില്ല, മനസ്സിലാക്കാനും പ്രയാസമില്ല. ശരിയാണ്. അതേ സമയത്ത് ഈ 4 സുവിശേഷമാണ് വേദപുസ്തകത്തിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത്. അതിന്റെ ആഴം മനസ്സിലാക്കണം. അതുകൊണ്ട് ശിഷ്യന്മാർ, ഈ പുരുഷാരത്തിനൊക്കെ ദൈവം എങ്ങനെയാണ് ഉപമകളായിട്ടെല്ലാം പറയുന്നത്. അവര് വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടെന്ന് പറയുമ്പോ ഒരുത്തൻ വിതയ്ക്കാൻ പോയി, കർഷകൻ അപ്പൊ അയലത്തുകാരൻ വിതയ്ക്കുന്ന കർഷകന്റെ കാര്യം ഓർക്കും, വഴികരെ വീണു പറവകൾ കൊണ്ടുപോയി, ഇതിനകത്ത് എന്തോ കാര്യം, ഒരു കഥ കർത്താവ് പറഞ്ഞു തോന്നും. എന്നാൽ ശിഷ്യന്മാര് വന്നേച്ച് ഇതിന്റെ അർത്ഥം അങ്ങോട്ട് ചോദിക്കുമ്പോൾ അവിടെയാണ് വെളിപ്പെട്ട് വരുന്നത്. ഇത് കൊച്ചു കാര്യമൊന്നുമല്ല പറഞ്ഞത്, വെറുതെ വിതയ്ക്കുന്ന കാര്യമല്ല, ദൈവവചനത്തിന്റെ കാര്യമാണ്, ശത്രു എടുത്തുകൊണ്ട് പോകുന്ന കാര്യമാണ്, ഫലം കായ്ക്കാത്ത, ആത്മീയ ജീവിതത്തിൽ ഫലം കായ്ക്കാത്ത വിഷയമാണ്. അതുകൊണ്ട് ഈ സുവിശേഷം എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ഘനമേറിയത് പറയുന്ന. അതുകൊണ്ട് കർത്താവ് ഇവിടെ പറയാ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന നേവനോ. ഇന്ന് ക്രിസ്ത്യ കോളത്തിൽ എപ്പോഴും നമുക്ക് കാണാവുന്ന ഈ എന്തൊരു കാര്യമാണ്, കർത്താവേ കർത്താവേ കർത്താവ്, ചെന്നെങ്കിൽ എപ്പോഴും കർത്താവേ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവം പറഞ്ഞതായ 3ാമത്തെ കൽപ്പന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ്? നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം വൃഥാ എടുക്കരുത്. ചുമ്മാതെ കർത്താവേ എന്ന് വിളിച്ചാല് എന്തോ പറ്റും? ശിക്ഷ കിട്ടുമെന്നാ പറയുന്നത്. നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം വൃഥാ എടുക്കുന്നവനെ ദൈവം ശിക്ഷിക്കാതെ വിടത്തില്ലെന്നാ പറയുന്നത്. അതിന് ഒരു മാറ്റമില്ലെന്നാ പറയും. അതുകൊണ്ട് കർത്താവിന്റെ നാമം എടുക്കുവാൻ തക്കുള്ള യോഗ്യത പ്രാപിക്കണം. 50-ാം സങ്കീർത്തനം ഞാൻ പലപ്പോഴും പറയുന്ന ഒരു വിഷയമാണിത്. 50-ാം സങ്കീർത്തനം പറയുന്നത്, ദുഷ്ടനോട് നീ എന്റെ വചനത്തെ നിന്റെ നാവിൽ എടുക്കുവാൻ നിനക്ക് എന്ത് കാര്യമെന്നാ പറയുന്നത്. എന്നിട്ട് പറയുന്നു, അവൻ ദുർമാർഗിയായതുകൊണ്ട്, ദുഷ്ടനായതുകൊണ്ട് ഞാൻ നിന്നെ കീറിക്കളയുമെന്നാ പറയുന്നത്. ദൈവത്തിന്റെ വചനം എടുത്തേച്ച് നമ്മുടെ ജീവിതത്തിൽ അതില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരോട് ക്ഷമിക്കത്തില്ലെന്നാ കർത്താവ് പറയുന്നു. കീറിക്കളയുമെന്നാ പറയുന്നത്. ഇന്ന് അനേകര് രോഗികളായി തീരുന്നത് ദൈവവചനം പ്രസംഗിച്ചോണ്ട് നടക്കും, വാക്യങ്ങൾ കോട്ട് ചെയ്ത് കർത്താവേ 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 എന്ന് വിളിക്കും. ചിലരുണ്ട് ഈ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന അതേ പാർട്ടികൾ വളരെ ദുഷ്ടത നിറഞ്ഞ പലരും ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ കണ്ടു കാണും. അത് ദൈവസന്നിധിയിൽ ദൈവത്തെ വെല്ലുവിളിക്കുന്നതാ. അതുകൊണ്ട് ഏത് ദൈവവചനം ദൈവവചനം നമ്മുടെ നാവിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ, കർത്താവിനെ കർത്താവ് എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ, കർത്താവ് നമ്മുടെ കർത്താവായി തീരണം, കർത്താവ് നമ്മുടെ കർത്താവായി ഇരിക്കണം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ. കർത്താവെ എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ അവൻ നമ്മുടെ കർത്താവായി തീരണം. അതുകൊണ്ട് അവൻ നമ്മുടെ രക്ഷകനായി തീരണം. അതുകൊണ്ടല്ലേ വീണ്ടും ജനനത്തെ പറ്റി പറയുന്നത്, യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. ഹൃദയം കൊണ്ട് ഹൃദയത്തിലേക്ക് കർത്താവിനെ സ്വീകരിച്ച് കർത്താവ് നമ്മിൽ വസിച്ച് കർത്താവിനെ പോലെ ആയിത്തീരുന്നവർക്കാണ് കർത്താവിനെ കർത്താവ് എന്ന് വിളിക്കാനുള്ള അവകാശം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവം അതിന് സഹായിക്കട്ടെ. കർത്താവ് പറയുന്നു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല. പിന്നെന്താണ്? എന്റെ ഇഷ്ടമൊന്നുമല്ല കർത്താവ് പറയുന്നത്, സ്വർഗസ്ഥനായി എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കും. നോക്കണം, പുത്രനായ കർത്താവ്, പുത്രൻ ദൈവപുത്രനാണ്, ദൈവമാണ്. എന്നാൽ ഈ ഒരു വിഷയം വരുമ്പോൾ കർത്താവ് പറയുകയാണ്, പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുക. അതുകൊണ്ട് നാം എല്ലാവരും കർത്താവിന്റെ 2ാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതാണ്. ഇനി നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് അടുത്ത ഈസ്റ്ററിന് മുമ്പ് കർത്താവ് വരും. നമ്മളെല്ലാം കാത്തിരിക്കുന്നു. അവിടെ ഇവിടെയെല്ലാം പ്രവചനങ്ങൾ നിവർത്തിക്കൊണ്ടിരിക്കുന്നു. ചിലരൊക്കെ ബ്ലൈൻഡായിട്ട് പല പ്രവചനങ്ങളും പറയുന്നു. 2027 കർത്താവ് വരുമെന്ന്. എന്താണ് ഏതോ ഒരു എന്താണ് എന്താണ് പ്രവാചകന് പേരുള്ളതായ മലാഖി എന്ന് പറഞ്ഞ ഒരാള് 1ാമത്തെ 2ാമത്തെ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആള് 2027 കർത്താവ് ഒരു അവസാനമായിത്തീരുന്നു എന്ന് പറഞ്ഞുള്ള പ്രവചനം ഇതിനകത്തൊക്കെ വന്നു. മീഡിയയിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും. നമുക്ക് എന്തായാലും ഒരു കാര്യം അറിയാം, കർത്താവ് പറഞ്ഞതാണ് നമ്മൾ വിശ്വസിക്കണം. എന്താണ്? ആ നാളും നാഴികയും കർത്താവിനറിയത്തില്ല, പിതാവിനറിയാം. എന്നാൽ നമ്മൾ എപ്പോഴും ഉണർന്നും ജാഗരിച്ചിരിക്കണം. അതുകൊണ്ട് ഇന്ന് രാത്രി അല്ലെങ്കിൽ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ മധ്യാകാശത്തിൽ കർത്താവിന് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതിനൊരു തടസ്സവുമില്ല. എല്ലാ പ്രവചനവും നിവൃത്തിയായി. അപ്പോൾ കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചോണ്ടിരുന്നാൽ പോരാ, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന കർത്താവ് തന്നെ പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് നമ്മൾ മനസ്സിലാക്കുക. ദൈവത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം അത്രേ. ശുദ്ധീകരണം.
ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ലെന്ന് പറയുന്നു. അതുകൊണ്ട് ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായി തീരുവിൻ. ഒരു ദൈവത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് വിശുദ്ധിയാണ് പ്രിയമുള്ളവര്. വിശുദ്ധി, അത് എല്ലാ തരത്തിലുള്ള വിശുദ്ധി ആവശ്യമാണ്. ചിന്തകളിൽ അതുകൊണ്ടാണ് പറയുന്നത്, ഹൃദയ ശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയം വിശുദ്ധമായി തീരണം. നമ്മുടെ രാജു കെ ജോബ് വീഡിയോ ഓൺ ചെയ്തിരിക്കുകയാണ്. പുറത്തു പോയി അദ്ദേഹം എല്ലാം വെച്ച് പുറത്തോട്ട് പോകാൻ തോന്നുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഓൺ ചെയ്താൽ ആരൊക്കെ എവിടാന്ന് കാണാൻ പറ്റും. ആരും അടുക്കളയിലൊന്നും പോയി കളയരുത്. പിന്നെ അത്യാവശ്യം വല്ല വെള്ളം കുടിക്കാനോ വല്ലതും പോയി പെട്ടെന്ന് ഈ വരണം. കാരണം ഈ ദൈവവചനം എന്ന് പറയുന്നത് അത് വിലപ്പെട്ടതാണ്. അത് നമ്മുടെ അനുഗ്രഹമാണ്. അത് നമ്മൾ കേട്ടോണ്ടിരിക്കും, നമുക്കൊരു വിടുതലുണ്ട്. ഇന്നത് കേട്ടോണ്ടിരിക്കുന്നവർക്ക് എല്ലാം കർത്താവ് വിടുതൽ തരും. കർത്താവിന്റെ നാമത്തിൽ അത് പ്രഖ്യാപിക്കണം. പല അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കാത്തത് നമ്മളത് പ്രസ്താവിക്കാത്തതുകൊണ്ടാണ്, നമ്മുടെ നാവ് കൊണ്ട് പറയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് പൽക്കാലം ഇത് സംബന്ധിക്കുന്ന എല്ലായിടങ്ങളിൽ സംബന്ധിക്കുന്നവരും ഇനി കേൾക്കാൻ പോകുന്നവരും ഈ വചനത്താൽ അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ. വിഷയങ്ങൾക്ക് മറുപടി ദൈവം തരട്ടെ. അപ്പോൾ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എത്ര പേർക്ക് വേണമെങ്കിലും കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ യേശുവിന്റെ നാമമൊക്കെ എടുക്കാം. യേശുവിന്റെ നാമത്തിൽ ഭൂതം വിട്ടുപോകാൻ പറഞ്ഞാൽ വിട്ടുപോകുമോ? പോകും. കാരണം യേശുവിന്റെ നാമം ആയതുകൊണ്ടാ. കുറച്ചൊക്കെ ദൈവത്തെ അറിഞ്ഞവരെ പറഞ്ഞാലും ഭൂതം വിട്ടുപോകും. ഹല്ലേലൂയ. കാരണം ഭൂതത്തിന് പേടി നിങ്ങളെയല്ല, യേശുവിനെയാണ് പേടി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സ്കേബയുടെ മക്കള് 7 പേര് വന്നേച്ച് യേശുവിനെ, പൗലോസ് പ്രസ്താവിക്കുന്ന യേശുവിന്റെ നാമത്തെ ഭൂതം, അവർക്ക് യേശുവിനെ അറിയത്തില്ല. അതുകൊണ്ട് ഭൂതം വന്നേച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് പൗലോസിനെ അറിയാം, കർത്താവിനെ അറിയാം, പക്ഷെ നിങ്ങൾ ആരാ? കാരണം അവർ യേശുവിനെ അറിഞ്ഞില്ല. യേശുവിന്റെ നാമം നമ്മൾ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യേശുവിനെ അറിഞ്ഞിരിക്കണം. എന്നാൽ ആ നാമം എന്ന് പറഞ്ഞ ശക്തമായ നാമമാണ്. ആ നാമത്തിന് ശക്തിയുണ്ട്. എന്നാൽ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവരായി തീരാതെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരണം. അതുകൊണ്ട് ഇന്ന് കർത്താവിന്റെ സ്ഥലം നാം പ്രസ്താവിക്കണം. എന്താണ്? എനിക്ക് ദൈവ ഇഷ്ടം ചെയ്താൽ മതി, അത് മാത്രം മതി. കർത്താവേ കർത്താവേ എന്ന് എല്ലായ്പ്പോഴും വിളിച്ചോണ്ടിരിക്കുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ദൈവ ഇഷ്ടം മാത്രം എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരിക്കുവാൻ ഒരുപാട് ദൈവകൃപ വേണം. മനസ്സിലായോ? കർത്താവേ കർത്താവേ എന്ന് വിളിച്ചോണ്ടിരിക്കാൻ ഒരു പ്രയാസവും ഇല്ല. എപ്പോഴും വിളിക്കാം. ഒരു പ്രശ്നം വരുമ്പോഴൊക്കെ വിളിക്കാൻ പറ്റും. എന്നാൽ അത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ആവശ്യം മനസ്സൊന്ന് പുതുക്കി രൂപാന്തരപ്പെടണം. റോമാലേഖനം 12:2 നാം വായിക്കുന്നു, ഈ ലോകത്തിന് അനുരൂപം ആകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അപ്പോൾ കർത്താവിന്റെ ഇഷ്ടം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഈ ലോകത്തിന് അനുരൂപരായി ജീവിച്ചാൽ ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയുവാൻ കഴിയുകയില്ല. ലോകത്തിൽ നമ്മൾ വ്യത്യസ്തരായി തീരണം. ലോക മനുഷ്യന് വ്യത്യസ്തരായി തീരണം. അവർക്ക് നമ്മെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. അവരുടെ മുമ്പിൽ നമ്മൾ വെറും വിടക്കാണ്. അവരുടെ മുമ്പിൽ വെറും വിടക്കാണ്. ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അവർ നിന്നാപാത്രങ്ങളാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പേര് വിടക്കെന്ന് എണ്ണി നിങ്ങളെ പരിഹസിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിച്ച് തുള്ളിച്ചാടാനാ പറയുന്നത്. നിങ്ങളുടെ പ്രതിഫല സ്വർഗത്തിൽ വലുതാണ്. അപ്പോൾ ഈ ലോകത്തിന് ആയിത്തീരണം. ഈ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ഈ ലോകത്തിനോട് ചേർന്ന് ഈ ലോകം ചെയ്യുന്നതെല്ലാം ചെയ്തുകൊണ്ട് നടന്നേച്ച് ദൈവപൈതലായി ജീവിക്കാൻ പറ്റത്തില്ല. ഈ ലോകക്കാര് ജീവിക്കുന്ന പോലെ ജീവിച്ചാൽ ദൈവപൈതലായി തീരാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ, ആൻഡ് ഡു നോട്ട് ബി കൺഫോംഡ് ടു ദിസ് വേൾഡ് ബട്ട് ബി ട്രാൻസ്ഫോംഡ് ബൈ ദ റിന്യൂവിംഗ് ഓഫ് യുവർ മൈൻഡ് that you may prove what is that good and acceptable and perfect will of God. ദൈവത്തിന്റെ ഗുഡ് ആൻഡ് അക്സെപ്റ്റബിൾ ആൻഡ് പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്, അതാണ് നമുക്ക് വേണ്ടത്. ദൈവ ഇഷ്ടം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ദൈവ ഇഷ്ടത്തെ പറ്റിയാ ചിന്തിക്കുന്നത്. കർത്താവെ അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ സഹായിക്കണം എന്നുള്ള ഏറ്റവും ലളിതമായ ഒരു വിഷയത്തെയാണ് ചിന്തിക്കുന്നത്. ദൈവ ഇഷ്ടം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് പുതുക്കി നാം രൂപാന്തരപ്പെടണം. രൂപാന്തരപ്പെട്ടവർക്ക്, മാനസാന്തരപ്പെട്ടവർക്ക് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്ക് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ കഴിയത്തുള്ളൂ. അല്ലാത്തവരൊക്കെ ചെയ്യുന്നത് സ്വന്തം ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് സ്വന്തം ഇഷ്ടം ചെയ്യുന്നവരല്ല ദൈവ ഇഷ്ടം ചെയ്യുന്നവർ.
ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ഈ ലോകത്തിന് അനുരൂപരല്ലാതെ സ്വർഗരാജ്യത്തിന് അനുരൂപരായി ജീവിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ കഴിയുള്ളൂ. കർത്താവ് ക്രൂശിന്മേൽ നിവർത്തിച്ചത് പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കുക ചെയ്തത്. ഈസ്റ്ററിന്റെ പ്രത്യേകത അതാണ്. പിതാവിന്റെ ഇഷ്ടം നിവർത്തിച്ചു. ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ഒന്നാമത്തെ ആഴ്ചയുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവനിൽ വിശ്വസിക്കുന്നവർ കർത്താവിന്റെ സന്നിധിയിൽ പറയണം, കർത്താവേ അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. മനസ്സ് പുതുക്കണം, രൂപാന്തരം വേണം. ഈ ലോകത്തിന് അനുരൂപയായി തീരുന്നത് എനിക്ക് വേണ്ട. എന്തു വിലയും കൊടുക്കുവാൻ ഒരുങ്ങണം. സാധ്യമാണോ? വില കൊടുക്കാൻ മാത്രം അനേർക്ക് കഴിയത്തില്ല. ജോലി ഉപേക്ഷിച്ച് കർത്താവിന്റെ വില ചെയ്യാൻ പറ്റുമോ? കർത്താവ് വിളിച്ചാൽ ചെയ്യത്തില്ല. 90% ആൾക്കാരും ചെയ്യത്തില്ല. നിന്റെ ജോലിയേക്കാൾ അധികമായി കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുമോ? നിനക്ക് കുറച്ചു നാൾ ജോലി ഇല്ലാതിരുന്ന കർത്താവിനെ സ്നേഹിക്കുമോ? നീ എല്ലാവരെയും വഴി പറഞ്ഞുകൊണ്ട് നടക്കുമാറില്ല. ഇല്ല. ദൈവത്തെ സ്നേഹിക്കണം, എന്ത് നഷ്ടപ്പെട്ടാലും. അതുകൊണ്ട് ലോകം ഛേദമെന്ന് പൗലോസ് അതുകൊണ്ടാണ് സകലവും ഞാൻ ചപ്പെന്നും ചവറെന്നും വേണമെന്ന് പറഞ്ഞത്. ഒരു ദൈവം എപ്പോഴും ലോകത്തിന്റെ സകല നേട്ടങ്ങളെയും ചപ്പെന്നും ചവറെന്ന് വേണം. ഹല്ലേലൂയ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നുകൊണ്ട് ഹല്ലേലൂയ ക്രിസ്തുയേശുവിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ബന്ധപ്പെട്ട് ഓടണം. എല്ലാം പുറകിൽ എറിഞ്ഞിട്ട് മുന്നോട്ട് ഓടിയെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ശ്രദ്ധയോടെ ദൈവസന്നിധിയിലായിരിക്കണം പ്രിയമുള്ളവരെ. ഈ വചനം നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ആഴത്തിലേക്ക് ഒന്ന് കടന്നു വരട്ടെ, അതൊന്ന് ക്രിയ ചെയ്യട്ടെ. കർത്താവെ, അവിടുന്ന് പിതാവിന്റെ ഇഷ്ടം ചെയ്ത പോലെ പിതാവിനെ ഞങ്ങൾക്ക് പിതാവെന്ന് വിളിക്കുവാനുള്ള പ്രാഗൽഭ്യം തന്നു. ഞങ്ങളെ മക്കളും അവകാശികളുമാക്കി തീർത്തു. ഞങ്ങളിപ്പോൾ ദൈവമക്കളാണ്. ഞങ്ങൾ വെറും സ്നേഹിതരല്ല, ഞങ്ങൾ അടിമകളല്ല, ഞങ്ങൾ ദാസന്മാരല്ല. അതുകൊണ്ടാണ് കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. അതിനപ്പുറമായി സ്നേഹമൊന്നുമില്ല. നമ്മെ മക്കളാക്കി തീർത്തതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ സ്നേഹം. അങ്ങനെ നമ്മളെ മക്കളാക്കി തീർക്കുമ്പോൾ നാം പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. പിതാവിന്റെ ഇഷ്ടം ചെയ്യാത്തവരെ എല്ലാം പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും. മറക്കരുത്. എത്ര വലിയ ഭക്തനെന്ന് പറഞ്ഞാലും, എത്ര വലിയ പ്രസംഗികൻ എന്ന് പറഞ്ഞാലും, ഏത് ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാലും, പിതാവിന്റെ ഇഷ്ടം ചെയ്യുമ്പോൾ മാത്രമാണ് ദൈവത്തിന് പ്രസാദമുള്ളത്. അതുകൊണ്ട് ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ പിന്നെന്ത് ചെയ്യണം? ദൈവത്തിന്റെ ഹിതങ്ങളും നന്മയുള്ളതാണ്, പ്രസാദമുള്ളതാണ്, പൂർണ്ണതയുള്ളതാണ്. ഇത് തിരിച്ചറിയണം. ഇത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിലാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. ഇന്ന് അവരവരോട് തന്നെ ചോദിക്കാം, ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയുന്നുണ്ടോ? ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് നന്മയുള്ളതാണ്, ദൈവത്തിന്റെ പ്രസാദമുള്ളതാണ്, അത് പൂർണ്ണമായിട്ടുള്ളതാണ്. അത് തിരിച്ചറിയുവാൻ്റെ കർത്താവ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഇന്ന് ലോകത്തിന്റെ എല്ലാ പ്രശ്നവും അനേകര് നിരാശയിലായി തീരാൻ കാരണം അവരെ കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. അതിൽ കൂടെ അവർ നടക്കാതെ വേറെ വഴിയായി പോകുന്നുണ്ടാ. എത്രയോ സംഭവങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വേദോത്സവ ചരിത്രത്തിൽ എത്രയോ സംഭവങ്ങളുണ്ട്. ബിലെയാം എന്താണ് വലിയ പ്രവാചകനായിരുന്നു, ഇല്ലയോ? ദൈവത്തിന്റെ പ്രവാചകനായി, ജാതികളിൽ നിന്ന് വെച്ച് ദൈവത്തിന്റെ പ്രവാചകനായി. ഇസ്രായേലിനെ ശപിക്കാൻ വേണ്ടി ബാലാക്ക് കൂട്ടിക്കൊണ്ടുവന്നു. യഹോവയുടെ സന്നിധിയിൽ ബിലെയാം ചെന്ന് പറഞ്ഞു, അവരെന്റെ ജനമാ, നീ അവരെ ശപിക്കാൻ പാടില്ല, നീ പോകാൻ പാടില്ല. എന്നിട്ട് അവൻ ആഗ്രഹം ലോകത്തിൽ ബാലാക്കിന്റെ കയ്യിൽ നിന്ന് വല്ലതും അടിച്ചു മാറ്റാൻ വേണ്ടി ബിലെയാം ഇറങ്ങി തിരിച്ചു. പല പ്രാവശ്യം ശ്രമിച്ചപ്പോഴാണ് എന്നാ പൊയ്ക്കെന്നുള്ള രീതി കർത്താവ് അനുവാദം കൊടുത്തു. എന്നാൽ കഴുതപ്പുറത്ത് പോകുമ്പോൾ ഉരിയാട കഴുത ഈ മനുഷ്യരോട് സംസാരിച്ചു. നോക്കണമേ, ദൈവ ഇഷ്ടം തിരിച്ചറിയാതെ അന്യപ്പെട്ടു പോകുന്നവരോട് ചിലപ്പോൾ ദൈവത്തിന് ഉരിയാട കഴുതയിൽ കൂടെ സംസാരിക്കേണ്ടി വരും. അവൻ കഴുതയുടെ ലെവലിനേക്കാളും താണുപോയി അവന്റെ വിശ്വാസ ജീവിതം. ഇന്ന് അനേകരുടെ ക്രിസ്തീയ ജീവിതം, ആത്മീയ ജീവിതം കഴുതകളെക്കാൾ മോശമാണ്. കാരണം കഴുതകൾക്ക് സംസാരിക്കേണ്ടി വരുന്നു. അങ്ങനെയായി തീരരുത്. ദൈവ ഇഷ്ടം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അത് നന്മയും പ്രസാദവും പൂർണ്ണതയുള്ളതാണ് ദൈവഹിതം. അതുകൊണ്ട് കർത്താവ് പിതാവിനോട് പറയും, ദൈവമേ, എന്റെ ഇഷ്ടം എന്താണ്? എന്നെ കുറിച്ചുള്ള അവിടുത്തെ ഇഷ്ടം എന്താണ്? എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നടക്കും. ക്രൂശിന്റെ വേദന മുഴുവനായി അറിഞ്ഞുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നടക്കണം. ക്രൂശിനെ വഹിക്കുവാൻ ദൈവമക്കൾ ഒരുങ്ങണം. ഒരുപക്ഷെ നിനക്ക് നാളുകളായി ജോലിയില്ലാതെ ഇരുന്നെന്ന് വരാം, നിനക്ക് സമ്പത്ത് നഷ്ടപ്പെട്ടെന്ന് വരാം, രോഗിയായി തീർന്നു വരാം, ക്യാൻസർ വന്നെന്നിരിക്കാം, ഹാർട്ട് അറ്റാക്ക് വന്നെന്നിരിക്കാം, എന്തും വന്നെന്നിരിക്കാം. അല്ലെങ്കിൽ ഇതിൽ നിന്നെല്ലാം വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയും. പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെടരുത്.
ദൈവം അറിയാതെ ഒന്നും ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. പലപ്പോഴും നമുക്ക് ഈ ശിക്ഷകൾ കിട്ടുന്നത് നമ്മുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ്. നമ്മൾ ആകേണ്ട വഴിയിൽ നമ്മളെ ആക്കി തീർക്കാൻ വേണ്ടിയാണ് ഈ കഴുത വന്നേച്ച് ഈ മനുഷ്യനെ മതിലിനോട് ചേർത്ത് ഇങ്ങനെ ഞെക്കി. അപ്പൊ അതിനെ അടിച്ചോണ്ടിരിക്കുക. ഹല്ലേലൂയ. ഒടുവിൽ കഴുതയുടെ നാവ് അങ്ങ് തുറന്നു, അവൻ സംസാരിച്ചു. ഓർക്കണം, ഹല്ലേലൂയ. പലപ്പോഴും ദൈവം നമ്മളെ പലതരത്തിലും മതിലിനോട് ചേർത്തൊക്കെ നമ്മളെ ഞെക്കിക്കൊണ്ടിരുന്നിട്ടും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ചെറിയ പ്രശ്നം വരുമ്പോൾ തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാണ് വലിയ പ്രശ്നം ദൈവം അയക്കുന്നത്. സൂചി കൊണ്ട് എടുത്തു കളയേണ്ട പ്രശ്നം വലിയ തൂമ്പ കൊണ്ട് എടുത്തു കളയത്തക്കോണം പ്രശ്നം വഷളായി തീരാൻ കാരണം കർത്താവ് ചെറുതായി സംസാരിക്കുമ്പോൾ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാ. ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാ. ദൈവ ഇഷ്ടം ചെയ്യാത്തവരാരും ദൈവമക്കളല്ല. ഹല്ലേലൂയ. പിതാവിന്റെ ഇഷ്ടം ഞാനും നിങ്ങളും ചെയ്യണം. നമ്മെ തന്നെ പരിശോധിക്കുവാനുള്ള അളവുകോല് മറ്റൊന്നുമല്ല. ഞാനും നിങ്ങൾ ഇന്നായിരിക്കുന്നത് ദൈവത്തിന്റെ സെന്റർ ഓഫ് വില്ലിലാണോ? നമ്മൾ കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരാളെ കുറിച്ച് കേരളത്തിൽ ദൈവത്തിന്റെ വേല ചെയ്യാനാണ് ദൈവത്തിന്റെ ആഗ്രഹമെങ്കിൽ പ്രാർത്ഥിച്ചും അല്ലാതെയും പലതരത്തിലും അമേരിക്ക പോകാൻ നോക്കിയാൽ നീ അവിടെ ചെന്ന് രക്ഷപ്പെടും? ഒരിക്കലും ഇല്ല. അനേകര് പല രാജ്യങ്ങളിലൊക്കെ പോയേച്ച് വടിയായി പോകാൻ കാരണം എന്താന്ന് പറയാമോ? അവരെ കുറിച്ച് അവിടെ ദൈവം ആഗ്രഹിച്ചില്ല. ദൈവത്തിന് നമ്മെ കുറിച്ച് എവിടെ ആഗ്രഹമുണ്ടോ അതായി തീരണം. നമ്മൾ വിചാരിക്കുന്ന ഉദ്ദേശമേ അല്ല ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ഉദ്ദേശം. ഈ അപ്പോസ്തലന്മാർ എന്താണ്, അവര് മീൻ പിടിച്ചോണ്ട് നടന്ന് അവർക്ക് വലിയ പെരുത്ത മീൻകൂട്ടം കിട്ടിയാൽ മതി. അങ്ങനെ ഉദ്ദേശത്തോടെ നടന്നവരെയാണ് മനുഷ്യരെ പിടിക്കാൻ ദൈവം വിളിച്ച് വേർതിരിച്ചത്. അങ്ങനെ വിളിക്കപ്പെട്ട പത്രോസും അവർ 7 പേര് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ട ശേഷവും എങ്ങോട്ട് പോയി? പിന്നെയും മീൻ പിടിക്കാൻ പഴയ പണിക്ക് പോയി. ഇന്ന് ലോകത്തിൽ നടക്കുന്ന അതാണ്. അനുഭവങ്ങൾ കൂടെ ദൈവം നടത്തിയാൽ പോലെ ഇസ്രായേൽ ജനത്തിന് പറ്റിയ കുഴപ്പം അതാണ്. മരുഭൂമിയിൽ വയറ് നിറച്ച് മന്ന, തേൻ കൂട്ടിയ ദോശയ്ക്ക് തുല്യമാണ്. എത്ര രുചിയുള്ളതാണ്. മന്ന കൊടുത്തു, കാടപ്പക്ഷിയെ കൊടുത്തു, ജലം കൊടുത്തു. രാത്രിയിൽ അഗ്നി സമ്പം നൽകി, പകൽ മേഘസമ്പം നൽകി. എല്ലാ ഡിവൈൻ പ്രൊട്ടക്ഷൻ. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും, കൈക്കുഞ്ഞുങ്ങൾക്ക് പോലും ഒരു പ്രയാസം വരാത്ത രീതിയിലുള്ള ക്ലൈമറ്റും എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടും അവർ ബിംബങ്ങളുടെ പുറകിന് പോയി. അവർ ദൈവത്തെ മറന്നു കളഞ്ഞു. അതുകൊണ്ട് ആ തലമുറ അവിടെ നശിക്കേണ്ടി വന്നു. ഇന്ന് നാം മറക്കരുത്, ഇതൊക്കെ ഒരു വാണിംഗ് ആണ്. ദൈവം എന്ന് പറയുന്നത് അത് അനുസരിക്കാനുള്ളതാണ്. അത് പ്രസംഗിച്ചുകൊണ്ട് നടക്കാൻ മാത്രമുള്ളതല്ല. അത് ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ട് പ്രസംഗിക്കാനുള്ളതാണ്. ആചാര അനുഷ്ഠാനങ്ങളല്ല കാര്യം. ദൈവ വചനം എന്ത് പറയുന്നു എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്തിട്ട് ദൈവം പ്രസാദിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അതിനപ്പുറത്തെ ഭോഷത്വം മറ്റൊന്നുമില്ല. കർത്താവിനെ കൈക്കൊള്ളുക, അവന്റെ വചനം പ്രമാണിക്കുക, ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയുക. ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയുവാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയുവാൻ കഴിയുകയില്ല. മൂന്നാമതായി, ഡു നോട്ട് ബിക്കം ഫൂളിഷ് ബട്ട് ബിക്കം വൈസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ വിൽ ഓഫ് ഗോഡ് ഇൻ എവറിഥിങ്. അതുകൊണ്ട് ബുദ്ധിഹീനരായിത്തീരും. ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയാത്തവരൊക്കെ ആരാണെന്നറിയാവോ? ദൈവം വിളിക്കുന്ന ബുദ്ധിഹീനരെന്ന. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 15 മുതലുള്ള വാക്യത്തിൽ നമുക്കിത് കാണുവാൻ കഴിയും. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എടുപ്പിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ വേദപുസ്തകം തുറന്ന് അത് വായിക്കുന്ന നിങ്ങൾക്കൊരു അനുഗ്രഹമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രയും നടപ്പാൻ നോക്കുക. അതുകൊണ്ട് ദൈവമക്കൾ എപ്പോഴും സൂക്ഷ്മത്തോടെ ജ്ഞാനികളായിട്ട് നടക്കണം. നമ്മളെ കാണുന്നവർ യേശുവിനെ കാണണം. നമ്മുടെ അടുക്കൽ വന്ന് സംസാരിക്കുന്നവർക്ക് വല്ലതും കിട്ടണം, സ്വർഗീയ ജ്ഞാനം കിട്ടണം. സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് നടക്കണം. ദൈവത്തിന്റെ പരിജ്ഞാനമില്ലാത്തതിനാൽ എന്റെ ജനം നശിച്ചു പോകുന്നു ദൈവനം പറയുന്നു. ദൈവവചനത്തെ കുറിച്ചുള്ള പരിജ്ഞാനമില്ലാത്തത് കൊണ്ട്, അറിവില്ലാത്തത് കൊണ്ട്. അല്ലെങ്കിൽ അവിടെ ഇവിടെ 2-3 വാക്യം കേൾക്കുകയോ 5 മിനിറ്റിന്റെ പ്രസംഗം കേൾക്കുകയോ ചെയ്താലൊന്നും എന്താണ് പറയണോ, ഗുണപ്പെടത്തില്ലെന്ന് പറയത്തക്കണോ? നമ്മൾ ശരിയാകത്തില്ല. വചനം ശരിയായിട്ട് അറിയണം. വചനത്തിന്റെ മൂലയും മുക്കും ഒക്കെ എടുത്തിട്ട് അവകാശം പറഞ്ഞുകൊണ്ട് നടന്നാലൊന്നും കിട്ടത്തില്ല. ദൈവം എന്ത് ഉദ്ദേശിക്കുന്നു അതുപോലെ ആയിത്തീരണം. ഒന്നുകിൽ നീ പൂർണ്ണമായി ദൈവത്തിന്റെ പൈതലായിത്തീരണം, അല്ലെങ്കിൽ നിന്റെ വഴിയിൽ തന്നെ പോവുക. 2 തോണിയിൽ കാൽ വയ്ക്കുവാൻ ദൈവമക്കൾക്ക് അനുവാദമില്ല. ഈ ഇന്നത്തെ അവസാന നാളിലെ സഭയുടെ പ്രത്യേകത ഏതാണ്? ലവോദിക്ക സഭയുടെ അനുഭവത്തിൽ കൂടെ ഇന്ന് ലോകം കടന്നു പോകുന്നത്. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ ബാക്കി പറയാമോ? ഞാൻ നിന്നെ
എന്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. ഇപ്പൊ നല്ലതാണെന്ന് കരുതി വായിലോട്ടിട്ടപ്പോ ഇത് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയിലാണ് ഇന്നത്തെ സഭ. ഹാലലി ശീതോഷ്ണവാൻ. ഹാലലി വലിയ നന്മയും വലിയ പ്രസംഗവും വലിയ കൂട്ടായ്മയും വലിയ ഉപവാസ പ്രാർത്ഥനയും വലിയ വേർപാടും ഒക്കെ ഉണ്ട്. പക്ഷെ ആകേണ്ടതുപോലെ ആയിട്ടില്ല എങ്കിൽ വായിൽ നിന്ന് കർത്താവ് ഉമിണ്ണ് കളയും. ഹാലലി മറക്കരുത്, കർത്താവിനെ ഉമിണ്ണ് കളഞ്ഞതിനെ തിരിച്ചെടുക്കുന്നവനല്ല, ആരും അങ്ങനെ ചെയ്യത്തില്ല. അതുകൊണ്ട് മറക്കരുത്, കർത്താവിന്റെ പൂണിയിലായിരിക്കണം, അവന്റെ സ്വന്തമായിരിക്കണം, അവന്റെ ഇഷ്ടം ചെയ്യണം. അതുകൊണ്ട് പറയുന്നു, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രേ നടക്കുവാൻ നോക്കുവിൻ. ജ്ഞാനികളായിട്ട് നമ്മുടെ നടപ്പ് ജ്ഞാനത്തിലായിരിക്കണം. മനസ്സിലായോ? സംസാരിക്കുന്ന മാത്രം പോരാ, വി ഷുഡ് വാക്ക് ഇൻ ദ വിസ്ഡം ഓഫ് ഗോഡ്. ഹല്ലേലൂയ. എന്നിട്ട് എന്ത്? ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചോളും. സമയം വ്യർത്ഥമായി കളയരുത്. പലരൊക്കെ ഉറങ്ങി സമയം കളയും. ഓ എന്തോ ചെയ്യാനാ, എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു, ഇനി എന്തോ ചെയ്യാനാ, അങ്ങനെ സമയം നിരാശ. അത് ശത്രുവിന്റെ തന്ത്രമാ. സമയം തക്കതിന് ഉപയോഗിക്കണം. ഒരു സെക്കൻഡും വേസ്റ്റ് ചെയ്യാൻ ദൈവമക്കൾക്കില്ല. വേണ്ടാത്ത ന്യൂസിന്റെ പുറകിന് പോകാൻ ദൈവമക്കൾക്ക് സമയമില്ല. അനവധി ന്യൂസുകൾ മീഡിയയിലൊക്കെ വരും. പക്ഷേ നിങ്ങൾ അതിന്റെ ടൈറ്റിലൊക്കെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി വായിച്ചാൽ മതി. അതിന്റെ ആഴങ്ങളിലേക്കോ അയാൾക്ക് എന്തോ ആയി, ആരാണ്ടൊക്കെ മരിച്ചു, ഭർത്താവിനെയും ഭാര്യയൊക്കെ ഒന്നും, ഇനിയും അതിന്റെ പുറകിന് അങ്ങ് കേൾക്കാൻ വേദവസം വായിക്കാൻ സമയമില്ല. അതല്ല വേണ്ടത്. മുൻപേ അവന്റെ രാജ്യനീതി അന്വേഷിക്കണം. ബുദ്ധിഹീനരായി തീരരുത്, അജ്ഞാനികളായി തീരാതെ ജ്ഞാനികളായി തീരണം. ഹല്ലേലൂയ. സമയം തക്കതിന് ഉപയോഗിക്കണം. ജ്ഞാനികളുടെ ലക്ഷണം സമയം തക്കതായിട്ട് ഉപയോഗിക്കുന്നത് ജ്ഞാനിയുടെ ലക്ഷണമാണ്. അതുകൊണ്ട് ഇന്നൊരു പകൽക്കാലം ജ്ഞാനം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം പഠിക്കേണ്ടത് നമ്മുടെ സമയം ശരിയായിട്ട് ഉപയോഗിക്കാൻ. കർത്താവ് സമയം ശരിയായിട്ട് ഉപയോഗിച്ചു. മനസ്സിലായോ? ദൈവസന്നിധിയിൽ ജ്ഞാനിയായി തീരുന്നത് ഒന്നാമതായി സമയം ശരിയായിട്ട് ഉപയോഗിക്കുമ്പോഴാണ്. നമുക്ക് 24 മണിക്കൂർ തന്നിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും. കർത്താവിന് നമ്മുടെ 24 മണിക്കൂറിനുള്ളിൽ കർത്താവിന് 1000 സംവത്സരത്തെ പണി ചെയ്യുവാൻ കഴിയും. ദൈവം അതിനകത്ത് പറയും. എങ്കിൽ നമുക്ക് 24 മണിക്കൂർ ചെയ്യേണ്ടതെങ്കിലും ചെയ്യരുതോ? അതുകൊണ്ട് നമ്മളെ മറക്കരുത്. എന്നിട്ട് പറയുന്നു, ബുദ്ധിഹീനരാകാതെ. 17-ാം വാക്യം നിങ്ങളുടെ മുൻപിൽ ആ വാക്യം തുറന്നു വെക്കണം. ഓരോ വാക്യം പറയും. 17-ാമത്തെ വാക്യത്തിൽ പറയും, ബുദ്ധിഹീനരാകാതെ. ബാക്കി വായിക്കാം ആർക്കെങ്കിലും. കർത്താവിന്റെ ഇഷ്ടം ഇന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ, വീഞ്ഞു കുടിച്ച് മത്തരാക്കരുത്. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞോളൂ. അതുകൊണ്ട് കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിയാത്തവരെല്ലാം ബുദ്ധിഹീനരാ. മനസ്സിലായോ? നമ്മൾ തന്നെ പരിശോധിക്കാനുള്ള ഈ വചനമെല്ലാം നമ്മളെ ഇങ്ങനെ ശോധന ചെയ്യുന്നതാ. ഇന്നേ ദിവസം ഈ ശോധന ചെയ്തുകൊണ്ടിരിക്കണം. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളണം. എന്നെ കുറിച്ചുള്ള കർത്താവിന്റെ ഇഷ്ടം എന്ന് ഗ്രഹിച്ചുകൊള്ളണം. നമ്മളെ നടത്തിയ പാത, ഓ എനിക്ക് കിട്ടിയ വിദ്യാഭ്യാസം മോശമായി പോയി, എന്റെ അപ്പൻ എന്നെ ഞാൻ ഉദ്ദേശിക്കാത്തതാ പഠിപ്പിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്ന വല്ല നേടുവോ? ഇല്ല, നേടത്തില്ല. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് വെറുതെ പറയാൻ പറ്റുക. എന്റെ ജീവിതം നഷ്ടപ്പെടാൻ കാരണം ഇന്നാര് നഷ്ടപ്പെടുത്തിയതാ, ഭാര്യ കാരണക്കാരി, ഭർത്താവ് കാരണക്കാരൻ, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വല്ല നേട്ടമുണ്ടോ? നഷ്ടപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ടു. ഇയ്യോബിനെല്ലാം നഷ്ടപ്പെട്ടു. അവന്റെ ജീവനും ശരീരവും മാത്രം ശേഷിച്ച് രോഗം നിറഞ്ഞ ശരീരമായിട്ട്. എന്നാൽ കർത്താവിനെ തള്ളിപ്പറഞ്ഞില്ല. എപ്പോഴും ദൈവ ഇഷ്ടം മാത്രം ചെയ്യുന്നവനായി ഇയ്യോബ് തീർന്നത് കൊണ്ട് അവന്റെ പിൽക്കാലത്തെ മുൻകാലത്തേക്കാൾ ഇരട്ടിയായി അനുഗ്രഹിച്ചു. അവന് നഷ്ടപ്പെട്ടതൊക്കെയും എണ്ണി എണ്ണി ഇരട്ടിയായി മടക്കി കൊടുത്തു. അതാണ് ദൈവ ഇഷ്ടം ചെയ്യുന്നത്. ഇന്ന് പകൽക്കാലം ദൈവ ഇഷ്ടം ചെയ്യുന്നവരായി തീരണം. മനസ്സുപുതുക്കി രൂപാന്തരപ്പെടണം. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ. എന്നിട്ട് പറയുന്നുണ്ട്, വേറെ ഒരു ലിസ്റ്റ് പറയുന്നുണ്ട്. അതിലൊന്നും ഇപ്പം ഇതിനകത്തുള്ളവർ സംബന്ധിക്കുന്നില്ല. എന്നാലും അതിനകത്ത് പറയുന്നത്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ഈ ദുർനടപ്പ് എല്ലാവരെയും ബാധിക്കാം. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. എത്ര ഭക്തന്മാരായാലും 90 വയസ്സുള്ളവരാണേലും ഈ ജഡമോഹം വരാം. ഈ കണ്ണുകൊണ്ട് വേണ്ടാത്ത വികാരങ്ങൾ കടന്നു വരാം. അതൊക്കെ പാപമാ. സ്ത്രീയെ നോക്കേണ്ടതിന് ഹല്ലേലൂയ നോക്കി, ഹല്ലേലൂയ എന്താണ് മോഹം ജനിച്ചാൽ അത് പാപമാ. ഹല്ലേലൂയ വ്യഭിചാരത്തിന് തുല്യമാണ് ദൈവം പറയുന്നു. അതുകൊണ്ട് ഭക്തന്മാരായവരെല്ലാവരും സൂക്ഷിച്ച്. നമ്മൾ ഈ ജഡത്തിൽ ജീവിക്കുന്നിടത്തോളം ഈ പോരാട്ടം, ജഡത്തിന്റെ പോരാട്ടമുണ്ട്. അതിന്റെ മേൽ ജയമെടുക്കണം. ദുഷ്ടവിചാരങ്ങൾ, ജഡിക വിചാരങ്ങളിൽ നിന്ന് ദൈവജനം വിടുതൽ പ്രാപിച്ചേ മതിയാവൂ. കർത്താവിന് ജഡിക വികാരങ്ങൾ, അതിന്റെ പാപത്തിൽ അവൻ വീണിട്ടില്ല.
ചിന്തയിൽ പോലും കർത്താവ് പാപം ചെയ്തിട്ടില്ല. ഒറ്റ ചിന്തയിൽ കർത്താവ് പാപം ചെയ്തിരുന്നെങ്കിൽ ക്രൂശിന് കർത്താവ് യോഗ്യനായി തീരുകയില്ലായിരുന്നു. അതുകൊണ്ട് പാപം ഒഴിഞ്ഞവരായി തീരണം. ചിന്തയിലും പ്രവൃത്തിയിലും എല്ലാറ്റിലും നമ്മൾ വിശുദ്ധരായി തീരണം. അത് കഴിയണം ദൈവമക്കളെ. ഹല്ലേലൂയ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? ആത്മാവ് നിറഞ്ഞവരായി. ഈ ദുർനടപ്പുണ്ടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീരണം. അതുകൊണ്ടാണ് ക്രിസ്തുവേശുള്ളവരാരും പാപം ചെയ്യുന്നില്ലെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറയാൻ കാരണം അതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവിലാൽ നാം നിറഞ്ഞിരിക്കുമ്പോൾ പാപചിന്ത വരത്തില്ല. അപ്പോൾ പാപം ചെയ്യാൻ കഴിയത്തുമില്ല. പാപത്തെ പറ്റിയുള്ള ചിന്ത പോലും വരത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും മറ്റുള്ളവരെയും നമ്മൾ അതിന് പ്രോത്സാഹിപ്പിച്ച് എന്ത് ചെയ്യണം? നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവും ദൈവമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊണ്ടിരിപ്പീൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ദൈവകൽപ്പന അനുസരിക്കണം. ദൈവദിന പ്രകാരം ജീവിക്കണം. ബുദ്ധിഹീനരായി തീരാതെ കർത്താവിന്റെ ഇഷ്ടമെന്തെന്ന് തിരിച്ചറിയുവാൻ ഇന്ന് പൽക്കാലം ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാലാമതായി കർത്താവ് തന്നെ ഈ ഭാഗത്ത് പറയുന്നുണ്ട്. നമ്മൾ വായിച്ചല്ലോ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. എന്നിട്ട് അടുത്ത സെക്ഷൻ എന്താണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങള് പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തി പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. യൂദ പോയപ്പോഴും ഭൂതങ്ങളെ പുറത്താക്കിയോ? ഇരണ്ടായിട്ടല്ലേ അയച്ചേ? യൂദ ഇസ്കരിയോത്ത യൂദ ഭൂതത്തെ പുറത്താക്കി കാണുമോ? കാണും, ഇല്ലയോ? യേശുവിന്റെ നാമത്തിൽ ഇരണ്ടായി പോയപ്പോ ഇതൊക്കെ നടന്നു. ഹല്ലേലൂയ. പക്ഷേ യൂദ ഒടുവിൽ പോയി കെട്ടി ഞാൻ ചത്തു. ഹല്ലേലൂയ. പലരും ചെന്നേച്ച് പറയും കർത്താവിന്റെ നാമത്തിൽ ഇന്നത് ചെയ്തല്ലയോ, പ്രസംഗിച്ചല്ലയോ, എന്തും വേണ്ടി ത്യാഗം സഹിച്ചതാ, എന്തെല്ലാം ഞാൻ ദൈവവേലയ്ക്ക് നൽകിയതാ, എന്തെല്ലാം പിരിവ് നൽകിയതാ, ഏതെല്ലാം സുവിശേഷ വേലയ്ക്ക് നൽകിയ, ഇങ്ങനെ പട്ടിക പലതും പറയും. ഹല്ലേലൂയ. എന്നാൽ കർത്താവരോട് പറയും, ഞാൻ നിങ്ങളെ അല്ലെന്ന് പറയുന്നേ, ഒരു നാളും അറിഞ്ഞിട്ടില്ലെന്നുള്ളതാ. കാരണം ആ പണി ചെയ്തത് മുഴുവനും കർത്താവിങ്കൽ നിന്ന് പ്രാപിച്ചിട്ടല്ല, കർത്താവുമായുള്ള ബന്ധത്തിലല്ല. അതില്ലയോ നമ്മള് ശിമയോന്റെ കാര്യം അറിയാമല്ലോ, ഇല്ലയോ? എന്താണ് അഭിചാരം കൊണ്ട് പലരെയും മയക്കിയതായ ശിമയോൻ. അവന് എന്ത് ചെയ്തു? ഫിലിപ്പോസിന്റെ വചനം കേട്ടേച്ച് അവനും മാനസാന്തരപ്പെട്ടു, അവൻ സ്ഥാനപ്പെട്ടു, മുതിർന്ന സ്ഥാനപ്പെട്ടു, എല്ലാം ചെയ്തു. ഈ ഫിലിപ്പോസിനോട് ചേർന്ന് നടന്നു. എന്നിട്ട് ഹല്ലേലൂയ പത്രോസും ഒക്കെ വന്നപ്പോൾ എന്ത് ചെയ്തു? പത്രോസിന്റെ കയ്യാലൊക്കെ അത്ഭുതം നടക്കുന്നു. ചിലരുടെ മേൽ കരം വെക്കുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നു. അപ്പൊ ശിമയോൻ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? എന്തോ പറഞ്ഞത്? ആർക്കെങ്കിലും പറയാമോ? എന്തോ പറഞ്ഞത്? കേക്കത്തില്ല. അതെ അതെ, ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ മേൽ കരം വെച്ചാൽ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കണം, അതിനുവേണ്ടി പണവും കൊണ്ട് ചെന്നേക്കുന്നത്. ആ ഒരു വരവ് എനിക്ക് കിട്ടണം. കാരണം നല്ല രസമല്ലയോ? പത്രോസൊക്കെ ആരുടെയെങ്കിലും മേൽ കൈവെക്കുമ്പോൾ ഭൂതങ്ങൾ പുറത്താകുന്നു, അവൾക്കും പരിശുദ്ധാത്മാവ് ലഭിക്കുന്നു. അപ്പോൾ ഈ മനുഷ്യൻ നോക്കുമ്പോൾ അവൻ വേറെ ഒരു പണി ചെയ്തുകൊണ്ടിരുന്നതാണ്, പിശാചിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്ന. എന്നാൽ അതിൽ നിന്ന് മാറിയ അതിനേക്കാളും വലിയൊരു തരിയിട എന്നുള്ള രീതിയിൽ അവൻ ചെയ്യാമെന്ന് കരുതിയത്. ഹല്ലേലൂയ. ഉടനെ പത്രോസ് പറഞ്ഞ എന്താണ്? അവനെ ശാസിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്നോട് ദൈവം ക്ഷമിക്കട്ടെ എന്ന് പറയുന്നത് എന്താണ്? ആ വാക്യം കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വരുന്നില്ല. ഹല്ലേലൂയ. നീ എന്താണ്? അവൻ വളരെ അവരോട് പറയുന്നു, അപ്പോൾ നിന്റെ പണം നീ ദ്രവ്യം കൊണ്ട് നേടാമെന്ന് വിചാരിച്ചു, നിന്റെ പണം നിന്നോടൊപ്പം നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു. നോക്കണം, അവൻ നമ്മൾ നോക്കിയ നല്ല കാര്യമല്ലയോ അവൻ ചോദിച്ചത്? അവൻ കരം വയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ ചോദിച്ച നല്ല കാര്യമല്ലയോ? നമ്മുടെ നോട്ടത്തിൽ ഒറ്റ നോട്ടത്തിൽ അങ്ങനെ തോന്നും. എന്നാൽ പത്രോസിന് അതിന്റെ കാര്യം മനസ്സിലായി. നീ പണം കൊണ്ട് നേടാമെന്ന് കരുതി ദൈവത്തിന്റെ ദാനത്തെ, അതുകൊണ്ട് നിന്റെ പണവും നീ നശിച്ചു പോട്ടെ. ഒടുവിൽ അവൻ നിലവിളിക്കുക, അതൊന്നും എനിക്ക് സംഭവിക്കാതിരിക്കണം. അവന്റെ കാര്യം എങ്ങനെയായി നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഇവന് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം നമ്മൾ തിരിച്ചറിയേണ്ടത്, താൻ ആരുടെയെങ്കിലും മേൽ കൈവച്ചാൽ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കണമെന്ന് പറഞ്ഞവന് അവന് പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടില്ല. മനസ്സിലായോ? അവനത് കിട്ടിയിട്ടില്ല. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് പ്രിയ ദൈവമക്കളെ പ്രശ്നം. ഭൂതങ്ങളെ പുറത്താനുള്ള അധികാരമൊക്കെ മേടിക്കാൻ അവൻ ആഗ്രഹമുണ്ട്, കാശ് കൊടുത്താണെങ്കിലും മേടിക്കുവാനായിട്ട്.
അന്യഭാഷയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പറയാനൊക്കെ പലർക്കും വലിയ ഇഷ്ടമാ, വലിയ ആള് ചമയാൻ വേണ്ടി. എന്നാൽ പരിശുദ്ധാത്മാവിനെ യഥാർത്ഥത്തിൽ പ്രാപിച്ചിരുന്നെങ്കിൽ, ഈ സിമയോൻ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവെന്ന ദാനം തനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ അവൻ കൈവച്ചാലും പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിനെ മറ്റുള്ളവർ. എന്നാൽ അവനില്ലാത്തത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നോക്കിയതാണ് അവന്റെ പ്രശ്നം. ഇന്ന് ക്രിസ്തീയ കോളത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന്, അവരവർക്കില്ലാത്തത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നോക്കുന്നു. അവരവരുടെ ജീവിതത്തിൽ അനുഭവസ്ഥനായി തീരാത്ത ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നോക്കുന്നതാണ് വലിയ പ്രശ്നം. അപകടകരമാണ്, അപകടകരമാണ്, അപകടകരമാണ്. മറക്കരുത്, ദൈവമക്കൾക്ക് ഒരു മാനസാന്തരം ആവശ്യമാണ്. ദൈവവചനത്തിന്റെ ആഴത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഉപരിപ്ലവമായി ജീവിച്ചത് കൊണ്ടും ഉപരിപ്ലവമായ ഒരു ആത്മീയ ജീവിതം കൊണ്ടും ഒരർത്ഥവുമില്ല. ആഴമായ ക്രിസ്തീയ ജീവിതം എനിക്ക് നിങ്ങൾക്കും ആവശ്യമാണ്. ആദ്യം ഞാനും നിങ്ങൾ രുചിച്ചറിയണം. യഹോവ നല്ലവനെന്ന് നോക്കി അറിയാനല്ല, രുചിച്ചറിയണം. ദൈവത്തിന്റെ വചനം അത് ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്, അത് തേനേക്കാൾ മാധുര്യമേറിയതാണ്. ഞാനും നിങ്ങളും അനുഭവസ്ഥരായി തീരണം. അവർക്കേ മറ്റുള്ളവരോട് ഇത് പറയാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് പലർക്കും ദൈവം രോഗം തരുന്നത്. ക്യാൻസർ രോഗം വന്ന സൗഖ്യമായ ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം മറ്റുള്ള ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ വളരെ പ്രാഗൽഭ്യമാണ്. അവരുടെ ഓരോ സ്റ്റേജും കാണുമ്പോൾ ഇവർക്ക് മനസ്സിലാകും ഇവരിതിൽ കൂടെ കടന്നുപോയതാണ്. ദൈവം പലർക്കും പല രോഗങ്ങളൊക്കെ കൊടുക്കുന്നത് നശിപ്പിച്ചു കളയാൻ വേണ്ടിയല്ല, അവരെ കുറച്ചുകൂടെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഇന്ന് പ്രശ്നത്തിൽ കടന്നു പോകുന്ന എല്ലാവരോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. ഞാൻ ആ ദൈവ കൃപയിലാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണെന്ന് പറയുന്നത് എന്റെ ഉള്ളത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ആ ഒരു പൂർണ്ണത ലഭിച്ചുകൊണ്ടാണ്, അറിവ് ലഭിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇന്നിതിൽ സംബന്ധിക്കുന്ന എല്ലാവരോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ആരൊക്കെ ഏതൊക്കെ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ടോ ദൈവവൈതലേ, അത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ, അത് നിന്റെ തിന്മയ്ക്കായിട്ടല്ല. എന്തു പ്രശ്നവും നന്മയ്ക്ക് വേണ്ടിയാ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടത് തന്നെ സകലവും നന്മയ്ക്കായി കൂടി നടക്കുന്നു, കൂടി വ്യാപരിക്കും. അതുകൊണ്ട് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ, കഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ, പ്രതികൂലം വന്നിട്ടുണ്ടെങ്കിൽ, നിനക്കെതിരായിട്ട് എല്ലാവരും തിരിയുന്നുണ്ടെങ്കിൽ, നിന്റെ പേര് വിടക്കുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാ. കർത്താവ് ഇതെല്ലാം സഹിച്ചത് ഇന്ന് ദൈവമകളുടെ ഫലം അവന്. അതുകൊണ്ടാണ് അവനെ എല്ലാ നാമത്തിനും മീതെ അവനെ ഉയർത്താൻ കാരണം. അവൻ അതുപോലെ കഷ്ടം സഹിച്ചതുകൊണ്ട് അവൻ യോഗ്യനായി തീർന്നു. പിതാവിന്റെ കയ്യിലിരുന്ന പുസ്തകത്തിന്റെ മുദ്ര പൊട്ടിക്കുവാൻ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് കീഴെ ആരുമില്ലാതിരിക്കെ കുഞ്ഞാട് ജയം പ്രാപിക്കാൻ കാരണം ഈ കുഞ്ഞാട് ആ ഒരു ഈസ്റ്റർ ദിവസത്തിൽ, ആ ഒരു ഗുഡ് ഫ്രൈഡേയിൽ മരണപ്പെട്ടു, ഈസ്റ്റർ ദിവസത്തിൽ ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും കർത്താവിനോട് ഐഡന്റിഫൈഡ് ആയിട്ട് തീരണം. പ്രൈസലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്നുള്ള വാക്ക് കേൾക്കുവാൻ ഇടവരും. ഞാൻ വേഗത്തിൽ കടന്നു പോകട്ടെ. ഹല്ലേലൂയ. 5 മിനിറ്റൂടെ എനിക്ക് ഉള്ളെന്ന് തോന്നുന്നു. അത്രയും പോലും ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ സമയം കറക്റ്റ് ആയിട്ട്. അപ്പോൾ എഫെസ്യ ലേഖനം 5:17 പറയുന്നു, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളു. അതുകൊണ്ട് അവിടെയും പറയുകയാണ്, കർത്താവിന്റെ ഇഷ്ടം ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബുദ്ധിഹീനരായി തീരരുത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 5-ാമതായി, we need to proclaim every day to ourselves that I want to do the will of God. Hallelujah. Praise the Lord. എല്ലായ്പ്പോഴും നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം, ദൈവത്തോടും പറയണം, എനിക്ക് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്താൽ പിതാവേ അവിടുത്തെ ഇഷ്ടം മതി എന്നും പറയണം. ദൈവങ്ങൾ എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം. ഒരു പ്രശ്നം വരികയാണെന്ന് പറയാം, അവിടുത്തെ ഇഷ്ടം. ഈ വിഷയത്തിന്റെ മേൽ അവിടുത്തെ ഇഷ്ടം മതി കർത്താവ്. അങ്ങനെ എല്ലാ ദിവസവും എല്ലാ വിഷയത്തിന്റെ മേലും പറയുന്നവരാണ് യഥാർത്ഥത്തിൽ ദൈവമക്കൾ. നമ്മുടെ ഇഷ്ടം നടത്തുവാൻ നോക്കുന്നവർ ആരെ പോലെ ആയിത്തീരുന്നറിയാവോ? യോനായെ പോലെ ആയിപ്പോകും. മുമ്പേ പറഞ്ഞ ബിലയാമിനെ പോലെ ആയിത്തീരും. യോന ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു. യോനയുടെ ചരിത്രം വേദോസിൽ വേറെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ വന്ന് മറ്റുള്ള രാജാക്കന്മാരോട് പ്രവചനം പറഞ്ഞവനാണ്. എന്നാൽ നിനവേ പോകാൻ പറഞ്ഞപ്പോഴത്തേക്കിന്, നിനവേ അടുത്തുള്ള സ്ഥലമായിരിക്കെ 1500 മൈൽ ദൂരെയുള്ളതായ തർശീശിലേക്ക് അവൻ അങ്ങ് ഓടിപ്പോകാൻ നോക്കി. കാരണം ഈ പടി അവന് ചെയ്യാൻ ആഗ്രഹിച്ചില്ല. നിനവേക്കാരൻ നശിച്ചോട്ടെ എന്ന് അവൻ കരുതി. എന്നാൽ ദൈവം അവനെ മടക്കിക്കൊണ്ടുവന്നു. ദൈവത്തിന് യോനയെ തിരിച്ചു കൊണ്ടുവരാൻ വലിയ അത്ഭുതം പ്രവർത്തിക്കേണ്ടി വന്നു. ലോക ചരിത്രത്തിൽ നടക്കാത്ത അത്ഭുതം. കൊടുങ്കാറ്റുണ്ടായി, അവനെ കടലിലേക്ക് വലിച്ചെറിഞ്ഞ്. ലോകത്തിൽ ആരാ ഈ കടലിൽ വലിച്ചെറിഞ്ഞ് രക്ഷപ്പെട്ടത്? ലോകത്തിൽ അങ്ങനെ കടലിൽ വീണ ആരെയാണ് മത്സ്യം വിഴുങ്ങിയിട്ടുള്ളത്? അങ്ങനെ മത്സ്യത്തിന്റെ വയറ്റിൽ ചെന്നവരെ 3 ദിവസം കഴിഞ്ഞ് ചെല്ലേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി ഛർദ്ദിച്ചു വെച്ചിട്ടുള്ള ആരെയാണ്? യോനയ്ക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. കാരണം യോനയെ കൊണ്ട് ഈ പണി ചെയ്യിക്കണം ദൈവത്തിന്റെ ആഗ്രഹമാണ്. അനേകരുടെ ജീവിതത്തിൽ യോനയെപ്പോലുള്ള പ്രശ്നം വരാൻ കാരണം ദൈവത്തിന്റെ വഴിയിൽ നിന്ന് ഓടി കുതറി മാറിപ്പോകുന്നുണ്ടാ.
തർശീസിലേക്ക് പോകുവാൻ അല്ല ദൈവം നിന്നെ വിളിച്ചത്. നിനവിലേക്ക് പോകുക. അവിടെ നല്ല സ്വീകരണമൊന്നും കിട്ടത്തില്ല, അതൊക്കെ പേടിച്ചായിരിക്കും. ആഹാരം പോലും കിട്ടത്തില്ലെന്ന് വിചാരിച്ചാണ്. എന്തൊക്കെ അവന് ചിന്ത എന്നറിയത്തില്ല. യോനയെ കൊണ്ട് തന്നെ അവിടെ ചെന്ന് ആ ജനത്തോട് പറഞ്ഞു, അവരെല്ലാം രക്ഷപ്പെടുവാൻ, 1,00,000 ചില്ലുവാനും പേര് രക്ഷപ്പെടുവാൻ മുഖാന്തരമായി തീർന്നു. ദൈവത്തിന്റെ ഉദ്ദേശം അതാണ്. അതുകൊണ്ട് ദൈവ ഇഷ്ടം ഞാൻ മനസ്സിലാക്കണം, ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. ദൈവ ഇഷ്ടം മനസ്സിലാക്കാത്ത ദൈവമക്കളെ ദൈവം എന്ത് ചെയ്യും? ഈ യോനയെ പോലുള്ള പ്രശ്നത്തിൽ കൂടെ കടന്നു കൊണ്ടുപോകും. ഇന്ന് ആരെങ്കിലും യോനയെ പോലെ കടലിന്റെ ആഴത്തിലാണെങ്കിൽ, യോന മത്സ്യത്തിന്റെ വയറ്റിലായപ്പോൾ അവൻ നിലവിളിച്ചതാ പറയുന്നത്. 3 രാവും 3 പകലും നിലവിളിച്ചു. കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്നപ്പോ അവൻ ഉറങ്ങിയായിരുന്നു. ഈ ഉറങ്ങിക്കൊണ്ടിരുന്നവനെ കൊണ്ട് നിലവിളിപ്പിക്കണം എന്നുണ്ടെങ്കിൽ മത്സ്യത്തിന്റെ വയറ്റിൽ അവനെ എത്തിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. പലരും ഇന്ന് മത്സ്യത്തിന്റെ വയറ്റിൽ എത്തിക്കപ്പെടാൻ കാരണം മറ്റൊന്നുമല്ല, നിങ്ങളെ വേറൊരു വഴി കൂടെ സിമ്പിളായിട്ട് രക്ഷപ്പെടുത്താൻ ദൈവത്തിന്റെ വഴിയിലേക്ക് നടത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് അങ്ങനെയായി തീരരുത്. ഹല്ലേലൂയ. പറഞ്ഞവിടെ സൂചി കൊണ്ട് എടുക്കേണ്ട തൂമ്പാ കൊണ്ട് എടുക്കുവാൻ കർത്താവിന് ഇടം വരുത്തരുത്. അവനെ അനുസരിക്കുന്നതാണ് നല്ലത്. അനുസരിക്കുന്ന ബലിയേക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളെ മേധസ്സിനേക്കാൾ നല്ലതാണ്. സങ്കീർത്തനം 143 10 വാക്യത്തിൽ വായിക്കുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. ദാവീദ് പറയുന്നത് എന്താണെന്നറിയോ? നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ കർത്താവ് എന്നെ പഠിപ്പിക്കണം, അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണം, അവിടുത്തെ ശബ്ദം തിരിച്ചറിയുവാൻ എന്നെ പഠിപ്പിക്കണം. എനിക്ക് വേറൊന്നും വേണ്ട. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. നീ എന്റെ ദൈവമാകുന്നുവല്ലോ. നിന്റെ നല്ല ആത്മാവ് നിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. യഹോവേ, നിന്റെ നാമനിമിത്തം എന്നെ ജീവിപ്പിക്കണമേ. നിന്റെ നീതിയാൽ എന്റെ പ്രാണനെ കഷ്ടതയിൽ നിന്ന് ഉദ്ധരിക്കണമേ. എത്ര മനോഹരമായ വാക്യങ്ങളാണ്. അനുഭവത്തിന്റെ പുറത്ത് ദാവീദ് ചുമ്മാതെ എഴുതി ഉണ്ടാക്കുന്ന കാര്യമല്ല, അനുഭവത്തിന്റെ പുറത്ത് പരിശുദ്ധാത്മാവിനെ രേഖപ്പെടുത്തിയാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം, ദൈവമേ അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണം. എനിക്കത് അറിഞ്ഞുകൂടാ, എനിക്കതിനുള്ള വിദ്യാഭ്യാസം തരണം, എനിക്കതിനുള്ള ഡിഗ്രി തരണം. അവിടുത്തെ ഇഷ്ടം ചെയ്യുന്നതിൽ എന്നെ പഠിപ്പിക്കണം. അവിടുന്ന് എന്റെ ദൈവമാകുന്നതിൽ മാത്രമല്ല, അവിടുത്തെ ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തണം. അടുത്തതായിട്ട് എബ്രായലേഖനം 10:9-10 വാക്യത്തിൽ വായിക്കുന്നു, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു. പുത്രനെ കുറിച്ചുള്ള പ്രവചനം എബ്രായ ലേഖനത്തിൽ പറയുന്ന അവൻ ഓടിച്ചങ്ങ് പോവുകയാണ്. ആരവ്യ വീണ്ടും നമ്മൾ കാണുന്നു, എന്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് ദാവീദ് 40 സങ്കീർത്തനത്തിന്റെ 8 വാക്യത്തിൽ പറയുന്നത്, എന്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിലിരിക്കുന്നു. ദൈവത്തിന്റെ വചനം ഉള്ളിലിരിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാനും നിങ്ങളും പ്രിയപ്പെടണം. അതുകൊണ്ട് ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണം, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറയണം. മാത്രമല്ല ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്ത വഴി കൊണ്ടുപോകുന്നതായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 21:18 നാം വായിക്കുന്നു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളയിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അര കെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോയി. നമ്മുടെ ബെൽറ്റൊക്കെ സാധാരണ നമ്മളല്ലേ കെട്ടുന്നത്. എന്നാൽ ഇവിടെ പറയുന്നത് നമ്മുടെ ബെൽറ്റ് കർത്താവ് കെട്ടാൻ പോവുക. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ ബെൽറ്റ് നമ്മൾ കെട്ടണമെന്നുണ്ടെങ്കിൽ കൈ അങ്ങോട്ട് നീട്ടണം, ഇല്ലയോ? കൈ അങ്ങോട്ട് വീഴണം. അപ്പം കർത്താവ് നമ്മുടെ ബെൽറ്റ് കെട്ടിയേച്ച് നമുക്ക് ഇഷ്ടമില്ലാത്ത വഴിയെ കർത്താവ് നടത്തും. ദൈവത്തിന്റെ ഇഷ്ടം അതാണ്. ആ അപ്പോസ്തലനായ പത്രോസിന്റെ ജീവിതത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു, നിനക്ക് ഇതുവരെ ഇഷ്ടമുള്ള പോലെ നടന്നില്ലയോ? ഇത് കേൾക്കുന്നവർ സ്വന്തം ഇഷ്ടം ദൈവ ഇഷ്ടം എന്ന് കരുതി സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നവരാണെങ്കിൽ അവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം സംസാരിക്കുകയാണ്. നീ ദൈവസന്നിധിയിൽ പ്രയോജനമുള്ളവരായി തീരുവാൻ നിന്റെ കരം അങ്ങോട്ട് നീട്ടിക്കൊട്. എന്നിട്ട് പറ, കർത്താവേ നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറണം, അത് മാത്രം മതി. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ചിന്ത ഇവിടെ കൊണ്ട് ഞാൻ നിർത്തിയാണ്. സമയം നമ്മുടെ കടന്നുപോയത് കൊണ്ട് ദൈവമേ നിന്റെ ഇഷ്ടം മാത്രം എനിക്ക് ചെയ്താൽ മതി, എനിക്ക് ദൈവ ഇഷ്ടം മാത്രം മതി. അതെ അത് മതി. ഇവിടെ ഒരു പാട്ടുണ്ടല്ലോ, അതെ അത് മതി. അപ്പോൾ ഇന്ന് പകൽക്കാലം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പറയും, ദൈവമേ അവിടുത്തെ ഇഷ്ടം മതി, അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട എന്ന് പറയുവാൻ ദൈവം സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങൾക്ക് നൽകിയ നീ കൂടിവരവിനായി സ്തോത്രം. ഈ വചനമൊന്നും പാഴായി പോകാൻ ഇടവരരുത്. അതവരുടെ ഹൃദയത്തിൽ, നീ ഇത് കേട്ട എല്ലാവരുടെ ഹൃദയത്തിൽ അത് കർത്താവെ പ്രയോജനകരമായി തീരണം. മാനസാന്തരത്തിന്, വിടുതലിന്, ദൈവ ഇഷ്ടം ചെയ്യുന്നതിന് എല്ലാവർക്കും മനസ്സ് കൊടുക്കുകയും ആ പ്രാപ്തി കൊടുക്കുകയും ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ പൂർണ്ണ സഹിഷ്ണുതയുള്ളവരായി തീരുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകരുത്. കർത്താവെ ഹോളിലിരിക്കുന്നവർ, കർത്താവെ ഈ സൂമിൽ പ്ലാറ്റ്ഫോമിൽ കൂടെ സംബന്ധിക്കുന്നവർ, യൂട്യൂബിൽ കൂടെ കാണുകയും കാണാൻ പോകുന്നവരെയും അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ എല്ലാവരും ചേർന്ന് അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയദാസനിൽ കൂടെ നമ്മോട് ദൈവം സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ നമുക്കൊന്ന് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാക്കി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, നമ്മുടെ പ്രിയ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ പിതാവിൻ്റെ ഇഷ്ടം എങ്ങനെ നിവർത്തിച്ചുവോ അതുപോലെ നമ്മളെ തന്നെ നമ്മുടെ ദൈവസന്നിധിയിൽ ശിഷ്ടമുള്ള ആയുസ് ദൈവഹിതത്തിന് നമ്മെ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ നമുക്കൊന്ന് സമർപ്പിക്കാം. അതിനായിട്ട് ഈ ലോകത്തിന് അനുരൂപരാകാതെ മനസ്സ് പുതുക്കി ഒന്ന് രൂപാന്തരപ്പെടുവാൻ കർത്താവെ എന്നെ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബുദ്ധിഹീനരായി തീരാതെ ദൈവ ഇഷ്ടം തിരിച്ചറിയുന്നവരായി തീർക്കുവാൻ ദൈവമേ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സമയം തക്കത്തിന് ഉപയോഗിക്കുന്നവരായിട്ട് ഈ ലോകത്തിന് അനുരൂപരാകാതെ ജീവിപ്പാൻ തക്കവണ്ണം കർത്താവെ എന്നെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയ കോശി ബ്രദറിൽ കൂടെ ഇന്നും നമുക്ക് നല്ലൊരു വചനം ലഭിപ്പാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമ്മെ ഇടയാക്കിയതോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ദീർഘവർഷക്കാലമായിട്ട് കോശി ബ്രദർ നമ്മളിലൊരുവനായിട്ട് നമ്മോട് കൂടെ എപ്പോഴൊക്കെ സംബന്ധിക്കാമോ അപ്പോഴൊക്കെ നമ്മുടെ മീറ്റിൽ സംബന്ധിച്ച് നല്ല വചനം വിളമ്പി തരുന്നതിനുള്ള ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ നാമത്തിലും ഇന്ന് ഓൺലൈനിലും ഓഫ്ലൈനിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരുടെയും നാമത്തിലുള്ള നന്ദി ഈ തരുണത്തിൽ ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, നല്ല ശാന്തതയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ ഇന്നും ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറായിട്ട് നിന്റെ സന്നിധിയിൽ കൂടുവാൻ തക്കവണ്ണം കർത്താവെ, നിന്നെ ആരാധിക്കുവാൻ തക്കവണ്ണം, നിന്നെ പാടി മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം, നല്ല വചനം ശ്രമിപ്പാൻ തക്കവണ്ണം ഇന്ന് ഞങ്ങളെ നീടയാക്കിയതോർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ബലഹീനതകളും കുറവുകളും ഒന്നും ഓർക്കാതെ വണ്ണം കർത്താവെ, നീ ഞങ്ങളെ ഇന്നും അനുഗ്രഹിച്ചിരിക്കുന്നത് ഓർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു കർത്താവെ. ഞങ്ങളുടെ മനസ്സിനെ ഒന്ന് പുതുക്കി കർത്താവെ, രൂപാന്തരപ്പെട്ട അനുഭവമുള്ളവരായി കർത്താവെ ഞങ്ങളെ നിന്റെ ഇഷ്ടത്തിന് സമർപ്പിക്കുന്നവരായി തീർക്കുവാൻ തക്കവണ്ണം യേശുവെ ഞങ്ങളെ നീ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് വചനം വിളമ്പി തന്ന പ്രിയദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൊടുത്തിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും കർത്താവെ, ആരോഗ്യത്തിനായിട്ടും ബലത്തിനായിട്ടും ആയുസ്സിനായിട്ടും ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു കർത്താവെ. പൂർവാധികം ബലപ്പെടുത്തണമേ, ധൈര്യപ്പെടുത്തണമേ, മറ്റുള്ളവർക്ക് പ്രയോജനമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, നിന്റെ വചനം കർത്താവെ, ദൈവമേ, തേനിനെക്കാട്ടിലും തേൻകട്ടയെക്കാട്ടിലും മധുരമേറിയ വചനം കർത്താവെ വിളമ്പി കൊടുക്കുവാൻ തക്കവണ്ണം പ്രിയദാസനെ ഇനിയും വരുംകാലങ്ങളിൽ നീ ശക്തീകരിച്ചുകൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് ഞങ്ങൾക്ക് നല്ല കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയ മക്കളെ എല്ലാം നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇന്ന് കടന്നു വരാൻ സാധിക്കാതെ പോയവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൃപയിൽ പൊതിയണമേ, ആത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ. വീണ്ടും കടന്നു വരുന്നവരെ ഞങ്ങളെ നിന്റെ ശരണങ്ങളുടെ വരവിൽ മറിച്ചുകൊള്ളണമേ. യേശു കർത്താവിന്റെ തിരുനാമത്തിൽ അപേക്ഷിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമീൻ. ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചോണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സഹവാസവും കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തോടുകൂടിയും വചനം ശുശ്രൂഷിച്ച അവിടുത്തെ കർത്തദാസനോടുകൂടിയും ഞങ്ങളവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളോടുകൂടിയും തുറന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളോടുകൂടിയും ഇന്നും എന്നേക്ക് എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. സ്തോത്രം. കടന്നു വന്ന എല്ലാവരോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. നമ്മളെ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ബേബിക്കുട്ടി നമ്മുടെ റോഷൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. റോഷൻ ഇപ്പോഴും ബിലിവേഴ്സ് ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റാണ്. പറഞ്ഞിരുന്ന പോലെ ഭാരിച്ച ഒരു ചിലവാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും സഹായം ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ ഏൽപ്പിച്ചാൽ എൻ്റെ ചില ആളുകൾ ചില സംഭാവന തന്നിട്ടുണ്ട്. അതെല്ലാം കൂടെ അയച്ചു കൊടുക്കാനാണ് വിചാരിക്കുന്നത്. ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് റോഷന് വലിയൊരു ഹോസ്പിറ്റലിൽ പോകണം. CMC ഹോസ്പിറ്റലിൽ പോയിട്ട് വേണം ബോൺമാരോ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്ക് എന്തെങ്കിലും ആ സഹോദരനെ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഏൽപ്പിച്ചാൽ ഞാനത് ചെയ്യാം. താങ്ക് യു. അടുത്ത ആഴ്ച കാണുവരെയും ദൈവം നമ്മെ കാക്കട്ടെ.